കർത്താവിന് സ്തോത്രം. നമ്മൾ ബൈബിൾ സ്റ്റഡിയായി എടുത്തിട്ട് കുറച്ച് നാളുകളായി. എന്നാൽ ഇന്ന് രാവിലെ അങ്ങനെ ഒരു വിഷയം എടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ പ്രേരണ തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വിഷയം സമയം അതിനുവേണ്ടി പ്രത്യേകിച്ച് വേർതിരിക്കുകയായിരുന്നു. അതിനു മുന്നമേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചോട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിറഞ്ഞ നന്ദിയോടെ ഞങ്ങൾ ബേഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിട്ട് ഇന്ന് 29 വർഷം തികഞ്ഞു. 30ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ ഇന്ന് സ്റ്റെപ്പിൻ ചെയ്യുക. ഇന്ന് മുതൽ 30ാമത്തെ വർഷത്തിൽ കയറി. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് 36 വയസ്സുണ്ടായിരുന്നു. ചിന്നമ്മയ്ക്ക് 34 വയസ്സുണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 10 വയസ്സും 8 വയസ്സും പ്രായമായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാമാന്യഗതിയിൽ തെറ്റില്ലാത്ത കണ്ണുകാഴ്ചയും ചെവി കേൾവിയും ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. വന്നതിനെ തുടർന്ന് ചിന്നമ്മ പെട്ടെന്ന് രോഗിയായി. ഇന്ന് നാളെ എന്നുള്ള ഒരു കണ്ടീഷനിൽ വരെ പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലൊരു ഹോസ്പിറ്റലിൻ്റെ ICUയിൽ അഡ്മിറ്റായി കിടന്നിടത്ത് ഡോക്ടർ പറഞ്ഞത് എവറി സിംഗിൾ മിനിറ്റ്, ഓരോ മിനിറ്റിലും പൾസ് സീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ടെമ്പററിയായി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എവറി സിംഗിൾ മിനിറ്റ്. ഇതിൽ ഏത് മിനിറ്റിലാണ് തിരിച്ചടിക്കാതെ പോകുന്നത് എന്ന് പറയാൻ ഒക്കത്തില്ല. ബട്ട് പൾസസ് ആർ മിസ്സിങ്. അത്രയും സീരിയസ് ആ കണ്ടീഷൻ. പക്ഷെ പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും നല്ല മാർഗം. പ്രാർത്ഥിച്ചു. എനിക്കറിയാം ഒത്തിരി പോരാട്ടങ്ങളുടെ മുമ്പിലായിരുന്നു. അത് കർത്താവ് അവിടുന്ന് വിടുവിച്ചു. വേറൊരവസരത്തിൽ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ സുനിൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഡാഡി മമ്മി ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, ഇന്ന് തന്നെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി വേണം. ഇല്ല അതൊക്കത്തില്ല, അതിന് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ഡോക്ടേഴ്സ് പറയുന്നു. ഞാൻ പറഞ്ഞു, മോനെ അതിനുള്ള പണം നമ്മുടെ കയ്യിലില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പിന്നെ മമ്മിയുടെ ഇഷ്ടമാണ്, വേണോ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നത്. ഇന്നായാലും പറ്റുകയില്ല, നമ്മുടെ കാശില്ല. എനിക്ക് വരാനും പറ്റുകയില്ല, ഇവിടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് വരുന്ന പ്രയാസമാണ്. അതുകൊണ്ട് കൺവെൻഷൻ കഴിഞ്ഞാൽ വരത്തുള്ളൂ. ചിന്നമ്മ പറഞ്ഞ് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അതങ്ങ് മാറി. ഇതുവരെയും ഹാർട്ട് സർജറി ഒന്നും നടക്കാതെ കർത്താവ് അങ്ങ് സുഖവുമാക്കി. ഒരുപാട് 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 അനുഭവങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ നയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അന്ന് ശരീരത്തിന് ആവശ്യത്തിന് ആരോഗ്യം ഉണ്ടായിരുന്നു. ബിൽഡിങ്ങിൻ്റെ നമുക്കന്ന് ഉണ്ടായിരുന്നത് ഒരു ആസ്പെറ്റോസ് ബിൽഡിങ്ങാണ്. അതിൻ്റെ പുറത്ത് കയറേണ്ടപ്പം പുറത്ത് കയറാനോ അകത്തൂടെ മേളിൽ കയറേണ്ടപ്പം മേളിൽ കയറാനോ ആരോഗ്യം ഉണ്ടായിരുന്നു. ചെയ്തു. കൺവെൻഷൻ നടത്തുമ്പോൾ ഇലക്ട്രീഷ്യൻ്റെ ജോലി മുതൽ സകലതും ചെയ്യാൻ കർത്താവ് കൃപ തന്നു. ഇന്ന് ഇതൊന്നും എന്നെ കൊണ്ട് ഒക്കുകയില്ല. അതുകൊണ്ട് ചർച്ചിൻ്റെ കമ്മിറ്റി എന്നെ സഹായിക്കുന്നു, ലേബറേഴ്സ് എന്നെ സഹായിക്കുന്നു, ഇവിടുത്തെ വോളണ്ടിയേഴ്സ് എന്നെ ഒരുപാട് സഹായിക്കുന്നു. എല്ലാവരുടെയും കൂടെ പല ടീമുകളുടെ സഹായത്താൽ ഇന്ന് ഞങ്ങളിവിടെ തുടരുന്നു. പക്ഷേ കർത്താവ് നമ്മളെ ഒരുപാട് വളർത്തി. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടെ ചേർന്ന് 22 പേരായിരുന്നു നമ്മുടെ ചർച്ചിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ ആൾ വന്നിരുന്നു. പക്ഷേ 22 മെമ്പേഴ്സാണ് അന്നുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് ഞാൻ എന്തുകൊണ്ടോ ഇതിങ്ങനെ ഓർത്തു. അത് ജെസിലിൻ്റെ മാതാവ്, ജെസിൽ കുടുംബം, ഡേവിഡ് അമ്മച്ചി, ഡേവിഡ് അപ്പച്ചൻ ഇവരൊക്കെയായിരുന്നു അന്നത്തെ പ്രായം ഉണ്ടായിരുന്നവർ. ഇന്നതിൽ ചിലരൊക്കെ ഉണ്ട്. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സോഫിയാൻ്റെയൊക്കെ ഇവിടെ ഉണ്ട്. അതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും പ്രായം ഉണ്ടായിരുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലരൊക്കെ ഉണ്ട്, പലരും പോയി. സഭയ്ക്കകത്ത് ദൈവം ഒരുപാട് പേരെ തന്നു. ഒരുപാട് പേര് വളർന്നു. വളർന്നതിൽ തന്നെ ചിലർ തളർന്നു, ചിലർ തകർന്നു. ഒത്തിരി പേര് വന്നു, കുറച്ച് പേര് പോയി. ദൈവം നമ്മളെ ഇത്രത്തോളം ആക്കിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ് പല ഭാഷകൾ സംസാരിക്കുന്നവർ നമ്മൾ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നാണ് ഞാൻ പറഞ്ഞ 22 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ദൈവം നമ്മളെ ഇത്രയും വലുതാക്കി. കന്നഡ ഭാഷയിൽ തന്നെ പല ആരാധനകൾ കർണാടകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തുവാൻ കർത്താവ് ഇന്ന് നമുക്ക് കൃപ തരും. ഞാൻ കഴിഞ്ഞ ദിവസം ബെല്ലാരി പോയിരുന്നു. ബെല്ലാരി കണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായ കാര്യം. ആ ചർച്ച് ഹോള് നിറഞ്ഞ് കവിഞ്ഞ് ഒരു വെള്ളിയാഴ്ച മീറ്റിങ്ങിന്, ഞായറാഴ്ചയല്ല വെള്ളിയാഴ്ച മീറ്റിങ്ങിന് ചർച്ച് ഹോള് നിറഞ്ഞ് കവിഞ്ഞ് വെളിയിൽ ടാർപോളിൻ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ആ വെയിലത്തൊക്കെ ആളുകൾ അതിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി തന്നു. 30ലേറെ ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ അവിടെ ആ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. പക്ഷേ ഇന്ന് അത്രയും സ്ഥലങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല. സുവിശേഷം എത്തി മറ്റാളുകളായി. എന്നാൽ ഇന്ന് തനിക്ക് ഒക്കുന്ന ലിമിറ്റിൽ അദ്ദേഹവും വളർന്നു നിൽക്കുന്നു. നമ്മുടെ തമിഴ് സെക്ഷനിൽ തന്നെ 100-ലധികം മെമ്പേഴ്സ് ഇന്ന് ദൈവകൃപയാലുണ്ട്. 2 സർവീസെങ്കിലും തമിഴിന് നടന്നു വരുന്നു.
ഇംഗ്ലീഷിൽ 2 സർവീസ്, ഏതാണ്ട് ഓക്കെ 4,000-അടുത്ത ആളുകളെ ദൈവം അവിടെ തന്നു. ദൈവം നമുക്ക് പല ഭാഷകൾ തന്നു, പലത് തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ 30-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് 30-ാമത്തെ വർഷത്തേക്ക് കാലുകുത്തി കർത്താവ് ഇത്രയും നിർത്തിയപ്പോൾ ഒരു പുതിയ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ തുടരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുക. കഴിഞ്ഞ 29 വർഷം ഞാനിവിടെ വരുന്ന സമയത്ത് ജലഹലി സഭയുടെ സെക്രട്ടറിയും കൂടെ ആയിരുന്നു ഞാൻ. ജലഹലി സഭയിൽ എനിക്ക് മാസത്തിൽ ഒരാഴ്ച വീതം പോകണമായിരുന്നു. അതിൻ്റെ ഈവനിങ് മീറ്റിങ്ങുകൾ നോക്കണമായിരുന്നു. അതിൻ്റെ പുറത്താണ് ഇവിടെ വരാനും പാസ്റ്റർ ടി.പി. വർഗീസിനെ സഹായിക്കുവാനും കർത്താവ് എനിക്കിടയാക്കിയത്. തുടർന്ന് ഏറെക്കുറെ 3-4 മാസങ്ങൾ കൊണ്ടാണ്, ഈ ജൂണിൽ ഇവിടെ വന്നു 6 മാസങ്ങൾ കൊണ്ട്, ഡിസംബർ 31 വരെ ഉള്ള സമയം കൊണ്ട് ജലഹലിൽ നിന്ന് ഗംഗാനഗറിലേക്ക് മാറിപ്പാർക്കുവാൻ കർത്താവ് ഇടയാക്കി. അവിടുന്ന് ദൈവം നമ്മളെ വളർത്തി. ഇന്ന് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തമായി കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കുന്ന വിശ്വസ്തരായ സഹോദരന്മാരും ഒക്കെ ആയിട്ട് കർത്താവ് നമ്മളെ ഇത്രയും വളർത്തി. ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നൊന്നല്ലാതെ വേറൊന്നും ഓർക്കാനില്ല. ഞാൻ പറഞ്ഞ പോലെ തളർന്നവരുണ്ട്, തകർന്നവരുണ്ട്, പോയവരുണ്ട്, നിന്നവരുണ്ട്. എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത ഇതുവരെ മാറാതെ നിന്നു. ഇന്ന് ആ വിശ്വസ്തതയിലേക്ക് എല്ലാവരെയും കൂടെ ഏൽപ്പിച്ച് ഒന്നുകൂടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന് വേണ്ടി നിൽക്കും എന്നൊരു തീരുമാനം ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ആവർത്തിച്ചെടുക്കുകയുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് 36 വയസ്സും ജന്നമ്മയ്ക്ക് 34 വയസ്സും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 8 വയസ്സും 10 വയസ്സും പ്രായമായിരുന്നു. ഇവിടെ ആരെങ്കിലും 10 വയസ്സുകാർ പിള്ളേർ 1-2 പേരൊന്നും എഴുന്നേക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവരെ ക്ഷേത്രത്തിലോട്ട് വിളിക്കാനാണ്, ഒന്ന് കാണിക്കാനെല്ലാവരും. ഉണ്ടോ 8 വയസ്സുകാർ? 10 വയസ്സ് മോന് 10 വയസ്സാണോ? അന്ന് ബാ 2 പേരും. ഇനിയുണ്ട് പുള്ളികൾ ഒത്തിരി. വെരി ഗുഡ്. ബാ കയറി വാ, ബാ ചെരുപ്പ് ഊരി ഇട്ടേച്ച് കയറി, ഇങ്ങോട്ട് കയറി വാ. അത്രയും പേര് മതി, 2-3 പേര് വന്നവർ. ഗുഡ്. എനിക്ക് അന്ന് പെൺപിള്ളേരെല്ലാവരും നിന്നുണ്ട്. പ്രൈസലിനോട് സുനിൽ ഏറെക്കുറെ ഈ പരുവായിരുന്നു. അവിടെ മുതൽ ഇവിടം വരെ കർത്താവ് ഞങ്ങളെ നടത്തി. സന്തോഷിന് അന്ന് 8 വയസ്സുണ്ടായിരുന്നു. അവർ 2 പേരും ഇന്ന് പാസ്റ്റേഴ്സായി മാറി. ഇന്ന് 8 വയസ്സുകാരാരാ? ഞങ്ങളുടെ ആശിഷുണ്ട്. ഓടിവാ, ചെരുപ്പ് ഒരു കളഞ്ഞ് ഓടിവാ. ഇവിടം വരെ തമ്പുരാൻ എത്തിച്ചു. കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കർത്താവ് കൃപ തന്നു. എനിക്ക് തോന്നുന്നത് അന്നത്തെ ചർച്ച് കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകൾ ആരും ഇന്നിവിടെ ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി. ഒരൊറ്റ പൈസ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞ് ചോദിക്കുവാൻ കർത്താവ് ഇടയാക്കിയില്ല. 1 രൂപ ഞങ്ങൾക്കൊരു മരുന്ന് വാങ്ങിക്കാൻ, ഒരു ഗുളിക വാങ്ങിക്കാൻ വേണം എന്ന് പറഞ്ഞ് ചോദിക്കാൻ കർത്താവ് ഇടയാക്കിയില്ല. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ആവശ്യം നടക്കാതെ പോയി എന്നല്ല. വേണ്ടിയിരുന്ന സകലതും സ്വർഗത്തിലെ ദൈവം തന്നു. വേണ്ടിയിരുന്ന സകലതും സ്വർഗത്തിലെ ദൈവം തന്നു. അന്നത്തെ ഇവിടുത്തെ സ്തോത്ര കാഴ്ച ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്. 7 രൂപ മുതൽ 7.5 രൂപ വരെയായിരുന്നു ഒരാഴ്ച. ഒരു ക്ലോക്ക് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. വാങ്ങിക്കാൻ എനിക്ക് വന്ന് നിവൃത്തിയില്ലായിരുന്നു. കാര്യം പല ആവശ്യങ്ങളായിരുന്നത് കൊണ്ട്. അന്ന് നമ്മുടെ ചർച്ചിൽ വന്നിരുന്ന ആകെ കന്നഡ സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. മോഹൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മോഹൻ ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ ക്ലോക്ക് 100 രൂപയോളം വിലയുള്ളത് വാങ്ങിച്ച് ചർച്ചിന് തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കർത്താവ് ഇവിടം വരെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പേര് തമ്പുരാൻ വളർത്തുന്നത് കാണാൻ കർത്താവ് ഇടയാക്കി. ഇന്നും നമ്മുടെ പേരിൽ കുഞ്ഞുങ്ങളെ നല്ല പിള്ളേർ, ഇവർക്കൊരു മുട്ടായി കൊടുക്കാൻ കൊടുക്കുക. സ്റ്റേജ് വരെ വന്നതിനൊരു സന്തോഷം, ഒരു നന്ദി. നല്ല പിള്ളേരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സുനിലും സന്തോഷമൊക്കെ വളർന്നു വന്നത് കണ്ടോ? അതുപോലെ നല്ല മിടുക്കരായിട്ട് വളരണം. ദൈവം നിങ്ങൾ ഉപയോഗിക്കണം. കൊടുത്തേ പാസ്റ്ററിനെ കൊടുക്കാൻ ദൈവദാസന്മാരുണ്ട്. സ്തോത്രം. സ്റ്റേജിൽ വന്നതിന് എല്ലാവരോടും താങ്ക്സ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ കൃപ കൂടിയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പോയിരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മളൊരു തീരുമാനത്തോടെ നിൽക്കുമെങ്കിൽ 30-ാമത്തെ വർഷത്തേക്ക് ഞങ്ങൾ കയറുകയാണ്. ഞങ്ങളെക്കൊണ്ട് ഇനി ഒക്കുന്നത് സോർട്ട് ഓഫ് ലീഡർഷിപ്പ് അതായിരിക്കും നടക്കുന്നത്. അത് തരാനായിട്ട് കർത്താവ് ആരോഗ്യവും ബുദ്ധിയും തരുന്നിടത്തോളം അത് നടക്കും. സെക്കൻഡ് ജനറേഷൻ ഞങ്ങളെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ബട്ട് ഐ ഹാവ് എ ഗ്രേറ്റ് പ്രോമിസ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇവിടെ ജനലക്ഷങ്ങളെ തരുമെന്നാണ്. പ്രാരംഭത്തിലൂടെ 22 പേരുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു 250 വേണ്ടി പ്രാർത്ഥിക്കാൻ.
250 ക്രോസ് ചെയ്തു. അതോടുകൂടെ നമ്മുടെ ചർച്ചിനകത്ത് ഇരിക്കാനൊക്കാതെ മൾട്ടിപ്പിൾ സർവീസസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായി വന്നു. ഒരുപാട് ബ്രാഞ്ചസ് അവിടെ ഇവിടെയൊക്കെ ആയി. ഒറ്റ വർഷം 3 ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു 500 വേണ്ടി പ്രാർത്ഥിക്കാൻ. 500 ആയതോടെ സംഗതി ആകെ പെശകായി. 250 ആയപ്പോഴത്തേക്ക് തന്നെ ചുറ്റുമുള്ള സഭകൾക്ക്, കാര്യം ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഏറ്റവും വലിയ മലയാളി പെന്തിക്കോസ് ചർച്ച് ഇവിടെ 200 ഉള്ളൂ. അവരന്നും 200 തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ 250 എന്നാ അസൂയായിരുന്നു, എന്നാ ദുഷ്പ്രചരണങ്ങളായിരുന്നു, എന്നാ ശല്യമായിരുന്നു. 500 ആയപ്പോഴത്തേക്ക് അതിനേക്കാളും മാറി. അത് കഴിഞ്ഞ് 1000 പിന്നെ കർത്താവ് പറഞ്ഞു 3000 പ്രാർത്ഥിക്കാൻ. ഒരിക്കൽ 3000 സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് പാലസ് ഗ്രൗണ്ടിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. 3000 പേരായ ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ 3000 പേര്. പെട്ടെന്ന് ഞാൻ ഓർത്തിടെ കർത്താവ് എന്നോട് പറഞ്ഞ് എമൗണ്ടായി കഴിഞ്ഞു. എൻ്റെ ടാർഗറ്റ് വീണ്ടും ഫില്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറുകയായിരിക്കും. ഞാൻ ഏതായാലും നല്ല കാലത്തിന് അന്നത് അനൗൺസ് ചെയ്തില്ല. അന്ന് ഞാനൊരു വെളിപ്പാട് കണ്ടു. ഞാൻ കാണുന്ന വെളിപ്പാട്, ഒരു കുതിരയുടെ പുറത്ത് 2 ചിറകും കൂടെ ഇരിക്കുന്നു. ചിറകുള്ള കുതിര, പറക്കാനും കൂടെ കഴിയുന്ന വേഗതയുള്ള കുതിര, വേഗത വർദ്ധിച്ച കുതിര. ദൈവാത്മാവ് ഇടപെട്ടു. ആ ലെവലിൽ ദൈവം സഭയെ വളർത്താൻ പോകുക എന്ന് പറഞ്ഞു. പക്ഷെ അത് എൻ്റെ കൈ കൊണ്ട് നടക്കുമെന്ന് എനിക്കൊരു തോന്നലില്ലായിരുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയാൻ വരുന്നു. ഇന്ന് ആന തിരിഞ്ഞ് ഫ്യൂരിയസ് മൃഗമായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മറുവശം ഓർപ്പിക്കുകയായിരുന്നു. സംഹൗ അന്നാണ് ആദ്യമായി ഗോൾഡൻ ഡസ്റ്റ് ചർച്ചിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ നമ്മളന്ന് പാലസ് ഗ്രൗണ്ടിലായിരുന്നു. അന്ന് ആദ്യമായി ഗോൾഡൻ ഡസ്റ്റ് ചർച്ചിനകത്ത് കാണുന്നത് അന്നാ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നു. ദൈവം നമ്മളെ ഇവിടം വരെ എത്തിച്ചു. ഞങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും, ദൈവസന്നിധിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒന്നുകൂടെ എടുക്കാനും ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നു. എടുക്കുന്ന പ്രതിഷ്ഠകൾ നിവർത്തിക്കുവാൻ ദൈവമാണ് കൃപ തരേണ്ടത്, അല്ലാതെ ആരെ കൊണ്ടും ഒക്കത്തില്ല. ചിന്നമ്മയ്ക്കൊന്ന് എഴുന്നേക്കാം, സുനിലൊന്ന് എഴുന്നേറ്റോ. കാര്യം കൊച്ചുമക്കൾ വന്ന് എഴുന്നേറ്റേ. സന്തോഷം അവർ അപ്പുറത്ത് പോയി. അന്ന് സുനിൽ ഒറ്റയായിരുന്നു. ഇന്ന് ജിഷയെ കൂടെ ദൈവം തന്നു. എന്ത് ചെയ്യാ ജിഷ ഒന്ന് എഴുന്നേറ്റ്? എവിടെ ഇല്ലയോ? ഓക്കെ, എനിക്കത്രേ കാണത്തുള്ളൂ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒന്നുകൂടെ ഞാൻ ഫ്രണ്ടിൽ എല്ലാവരും കൂടെ ഫ്രണ്ടിൽ പോരെ. വി ആർ കംപ്ലീറ്റിംഗ് 29 years, എൻ്ററിങ് ടു 30. എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് നന്ദി ദൈവത്തോടുണ്ട്. സഭ ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്നതുകൊണ്ടാണ്. ഐ റിപ്പീറ്റ്, നിങ്ങൾക്കറിയാമോ, ഇവിടെ നമുക്ക് 7 ഭാഷാ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ഈ 7ൻ്റെയും കൂടെ കാതലായ സെൻട്രൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് മലയാളം സെക്ഷനാണ്. മറക്കല്ല്, ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്ട്രെങ്ത് പോകുന്നത്. 7 ഭാഷകളുടെയും നമുക്ക് തന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ ആദ്യത്തെ അറസ്റ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ശങ്കരൻ ബ്രദർ കരഞ്ഞുകൊണ്ട് വന്ന് ആദ്യമേ എതിരേക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യത്തെ 5 രൂപ എൻ്റെ കയ്യിൽ തരുന്നത്, ഒരു ഡൊണേഷൻ എനിക്ക് തരുന്നത് സോഫിയ ആൻ്റിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് വരെ തമ്പുരാൻ ഇവിടം വരെ എത്തിച്ചു. സഭയോട് ഞങ്ങൾ ഒരുമിച്ച് കംപ്ലീറ്റ് സപ്പോർട്ട് ഒന്നുകൂടെ ചോദിക്കുക. ഞങ്ങൾ മനുഷ്യരാ, നിശ്ചയമായും ബലഹീനതകളുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായി ഒരുപാട് ആളുകളെ കാണുകയും എടുക്കുകയും പല കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യും. ചിലപ്പം ദേഷ്യമൊക്കെ വന്നു പോകും. പ്രത്യേകിച്ചും വയസ്സാകുമ്പോഴേ വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒക്കെ ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം നടുക്ക് ദയവായി സഹകരിക്കണേ എന്നൊരു പ്രാവശ്യം കൂടെ അപേക്ഷിക്കുന്നു. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സഭയുടെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നൊരു പ്രാവശ്യം കൂടെ പറയട്ടെ. നമുക്ക് ചേർന്നൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അടിയങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഒന്നുകൂടെ തരുന്നു. കർത്താവേ, 22 തുടർന്നു ലക്ഷങ്ങളുടെ വാഗ്ദത്തവുമായി ഞങ്ങൾ ദൈവം മുമ്പിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇവിടം വരെ കൊണ്ടുവന്ന മഹാകരുണയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ഈ സഭയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്ത് ആഗോള വ്യാപകമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവേ, ഞങ്ങൾ കർത്താവിന് വേണ്ടി ഇനിയും അധ്വാനിപ്പാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങളെ തിരുസഭയുടെ മുമ്പിൽ, തിരുമേനിയുടെ മുമ്പിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അതേസമയം ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ ബലവും കൃപയും എല്ലാവരോടും കൂടി ഇരിക്കണേ. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പോയിരുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ, ഇന്ന് 2 വിഷയങ്ങൾ ദൈവസഭയുടെ മുമ്പിൽ വെക്കാൻ ദൈവാത്മാവ് പറഞ്ഞു. ഇന്നിവിടെ സത്യത്തിൽ ഒരു ഗസ്റ്റ് സ്പീക്കർ ഉണ്ടായിരിക്കേണ്ടതാണ്. പാസ്റ്റർ യശ്വന്തകുമാർ ഒരു ഗസ്റ്റ് സ്പീക്കറെ നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചത്തേക്ക് ആവശ്യപ്പെട്ടത്, പിന്നെ ഈ ആഴ്ചത്തേക്ക് മാറി. രണ്ടായാലും പാസ്റ്റർ യശ്വന്തകുമാറിൻ്റെ ഞങ്ങൾക്ക് തമ്മിൽ വന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് വന്നത്. ഈ ആഴ്ചത്തേക്ക് അവർ മീൻ ചെയ്തത്. ആ സമയത്താണ് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ 2 ആലോചനകൾ ദൈവസഭയെ എമർജൻസി ആയിട്ട് ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം
അവരുടെ സൈഡിൽ നിന്ന് തന്നെ ഗസ്റ്റ് സ്പീക്കർ അങ്ങ് വിഡ്രോ ചെയ്തു. അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ 2 വിഷയങ്ങളും തൊടാൻ പോകാം. അതിലൊരു വിഷയം ഇന്ന് മാത്രം എടുക്കും, അത് മെസ്സേജായിട്ട് കൊണ്ടുപോകാം. ബൈബിൾ സ്റ്റഡിയായി ഒരു കൊച്ചു വിഷയമാണ് എടുക്കുന്നത്. പക്ഷേ ഇന്ന് കൊച്ചാണെങ്കിലും അത് ഇച്ചിരൂടെ വലുതായി എടുത്തേ പറ്റൂ. അങ്ങനെ എടുക്കുന്ന സമയത്ത് പല ആഴ്ചകൾ കൊണ്ട് അതിൻ്റെ വലിപ്പം കൂടും. വഞ്ചിക്കുന്ന ശക്തികളെക്കുറിച്ച് സഭയെ ബോധവാന്മാരാക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ദൈവം നമ്മൾ ഇതുവരെയും കൊണ്ടുവന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നമ്മോട് ചേർന്ന് ആരാധിക്കുന്ന പലരുണ്ട്. കൂട്ടത്തിൽ ഞാനൊരു കൊച്ചു കാര്യം കൂടെ അനൗൺസ് ചെയ്യാം. ഇന്ന് ഏർലി മോർണിംഗ് എനിക്കൊരു ഇമെയിൽ കിട്ടി. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു ഇമെയിലുണ്ട്. നമ്മുടെ ചർച്ചിലെ ശുശ്രൂഷകന്മാരാണെന്ന് പറഞ്ഞ് 2 പേരും മറ്റൊരു രാജ്യത്ത് എന്ന് ഏതോ അരുതാത്തതൊക്കെ കാണിച്ചു വെച്ച് പോയി. അവരെ ഉടൻ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ചർച്ചിലെല്ലാം ഒത്തിരി പേർക്ക് കാണും. ഞാനതിന് എല്ലാവർക്കും കൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു മറുപടി അയച്ചിട്ടുണ്ട്. ആ പേരിലൊരു ശുശ്രൂഷകൻ ഇവിടെ ഇല്ല, ചുമ്മാതാ. പേര് പറഞ്ഞ് മുതലെടുക്കുന്ന ഒരുപാട് പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ പേര് പറഞ്ഞ് മുതലെടുക്കുന്നവർ. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, പേര് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ പോക്കി. ഇവിടം വരെ നമ്മൾ വന്നെങ്കിൽ അടുത്തൊരളവിൽ നമ്മൾ സൂക്ഷിച്ചിരുന്നാൽ ദൈവത്തിന് നമ്മെ നിലനിർത്തുവാൻ കഴിയും. അതുകൊണ്ട് വഞ്ചിക്കുന്ന പല ശക്തികളെക്കുറിച്ച് ഓർപ്പിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടതിൽ ചിലയിടം ഇന്ന് ഒക്കുന്നത് തൊടാൻ പോകുകയാണ്. വായിച്ചു തുടങ്ങാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:22 വാക്യം. ഐ നോ ഇറ്റ്സ് ബീങ് റെക്കോർഡഡ്, പക്ഷേ ഈ ആഴ്ച ഇത് പബ്ലിഷ് ചെയ്യത്തില്ല. ഇതിനോട് തുടർന്ന് പല ആശയങ്ങളും കൂടെ വരും. അത് ചേർത്തേ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. And nobody will get a CD of this alone. You will get it later, but not today. ദയവേത് റെക്കോർഡ് ചെയ്യണം. You got to preserve it. മത്തായിയുടെ സുവിശേഷം 13:22 വാക്യം ദയവായിട്ട് വായിച്ചാട്ടെ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. ദൈവവചനം കേട്ട് അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ തക്ക സമയത്ത് അവർക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും. ചിലർ പറയാറുണ്ട്, കർത്താവേ എനിക്ക് വേണം, ധനത്തിൻ്റെ വഞ്ചന എന്നെ ചതിച്ചു, മുള്ള് എന്നെ ചതിച്ചു, എനിക്ക് വളരാൻ കഴിഞ്ഞില്ല. വഞ്ചന എന്ന വാക്കിലൂടെ കയറാനാണ് ഈ വാക്യം കൊണ്ട് ഞാൻ പതുക്കെ ആഗ്രഹിക്കുന്നത്. ദൈവസഭയെ വളരേണ്ട അളവിൽ വളർത്താതെ വണ്ണം നശിപ്പിച്ചു കളയുന്ന അനേക വഞ്ചനാ ശക്തികൾ സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറും. അത് ശ്രദ്ധിക്കുവാൻ വേണ്ടി യേശു പറഞ്ഞു, നല്ല വിത്ത് ഒരുവൻ വിതയ്ക്കാനായി പുറപ്പെട്ടു. നമ്മുടെ യേശുവിൻ്റെ ഉപമയാണ് അതിൻ്റെ ആരംഭം മുതൽ അങ്ങോട്ട് തുടങ്ങുക. നല്ല വിത്ത് കൊണ്ട് വിതയ്ക്കുവാൻ യേശു ആവശ്യപ്പെട്ടു. യേശു പറഞ്ഞു, ആ വിത്ത് കൊണ്ട് വിതച്ചു. ചിലത് നല്ല നിലത്ത് വീണു, നന്നായി വിളഞ്ഞു. വേറെ ചിലത് പാറസ്ഥലത്ത് വീണു, വേരില്ലായികയാൽ ഉണങ്ങിപ്പോയി. കിളുത്തത് നല്ല ചെടിയാണ്, കാര്യം നല്ല വിത്ത് തന്നെയാണ്, പക്ഷെ വളരാൻ കഴിഞ്ഞില്ല. പാസ്റ്ററെ, ഞാനും രക്ഷിക്കപ്പെട്ടതാ, ഞാൻ സ്നാനപ്പെടാൻ ഓർത്തതാ, പക്ഷേ ഒരുപാട് പ്രശ്നം. എൻ്റെ പൊന്നുമോനെ, വിത്ത് നല്ലതായിരുന്നെങ്കിലും ചെടി നല്ലതായിരുന്നെങ്കിലും വീണത് പാറപ്പുറത്തല്ലട, ഇതൊന്നും ആരും കൊയ്യത്തില്ല, അത് പോയി. വേറെ ചിലത് മുള്ളിനിടയിൽ പോയി വീണു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അയ്യോ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷേ മുന്നോട്ട് എനിക്ക് വളരാൻ പറ്റുന്നില്ല. കാര്യം ഒരുപാട് സാഹചര്യങ്ങൾ എൻ്റേത് പെശക. മോനെ, സാഹചര്യം പെശകായതുകൊണ്ട് കൊയ്ത്ത് നടക്കത്തില്ല. കൊയ്ത്ത് നടക്കണമെങ്കിൽ വിളവ് തന്നേ പറ്റൂ. മുള്ളിനിടയിൽ വീണത് കഴിഞ്ഞു. ആ മുള്ളിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ, എന്തൊക്കെയാണത്? മുള്ളെന്തൊക്കെയാ? മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും. ഒന്ന്, ഈ ലോകത്തിന്റെ ചിന്ത. വചനം ഇവന്റെ അകത്ത് കയറിയെങ്കിലും ഇവന്റെ ചിന്ത ദൈവികമല്ല. ഈ ലോകത്തിന്റെ ചിന്ത ഇവനെ ഞെരുക്കാൻ തുടങ്ങി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ഞെരുക്കിക്കളയേണ്ടതിന് അലട്ടുന്ന അനേക ശക്തികൾ വരും. നിങ്ങളെ ഞെരുക്കിക്കളയേണ്ടതിന് ഈ ലോകത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കയറും. വേറെ ആരാ ഇതിനെ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ? നിങ്ങളാ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും വളർത്തേണ്ട ദൈവം വളർത്തും. അത് രണ്ടാമത്തെ മെയിൻ മെസ്സേജിനകത്ത് വരും. വളർത്തേണ്ട ദൈവം നിങ്ങളെ വളർത്തും. ഇത് ചിന്തിക്കാൻ നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കരുത്. പിന്നെ ധനത്തിന്റെ വഞ്ചന. എങ്ങനെ എന്നാൽ കാശുണ്ടാക്കണം, അതാണ് എൻ്റെ കാര്യം. ഞാൻ ഇതിനിടയ്ക്ക് പ്രസംഗിക്കുകയും ചെയ്യും, എന്ത് വേണേ ചെയ്യും, ഞാൻ വേണേ സുവിശേഷം പറയും, പ്രാർത്ഥിക്കും. പക്ഷെ ഇതിൻ്റെ എല്ലാം പുറകിൽ എനിക്കും വേണം പണം. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. അതാണ് ചിലതിൻ്റെ ചിന്ത. ഇത് ആത്മീയത്തിൽ കൊയ്യത്തില്ല, കൊയ്യാൻ വേണ്ടി അത് കാണത്തില്ല. ധനത്തിന്റെ വഞ്ചന ഞെരുക്കിക്കളയും. അടുത്തത്, ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട്. വചനത്തെ ഞെരുക്കി ഇത് ഫലം കൊടുക്കാതെ നിൽക്കട്ടെ. വചനത്തെ ഞെരുക്കുക, അനേക വഞ്ചനകൾ. തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20:30 വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20:30. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി
വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഇതിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞൊരു പദം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും. നമ്മൾ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, ചിലതൊക്കെ മാത്രമേ വായിച്ചു വിടുന്നുള്ളൂ. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. കഴിയുമെങ്കിൽ ശിഷ്യന്മാരെ, വൃതന്മാരെ തെറ്റിച്ച് കളയേണ്ടതിന് വേണ്ടി എഴുന്നേൽക്കും. ഞാനാകുന്നു ക്രിസ്തു എന്ന് പറഞ്ഞ് ചിലർ എഴുന്നേൽക്കും. എനിക്ക് ഇപ്പോഴൊരു വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞ് വേറെ ചിലർ എഴുന്നേൽക്കും. അടുത്ത പടിയിലേക്ക് തമ്പുരാൻ പറഞ്ഞു, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. എന്തിനു വേണ്ടി? തങ്ങളുടെ ജനത്തെ വലിച്ചു കളയേണ്ടതിന് വേണ്ടി അനേകർ എഴുന്നേൽക്കും. സൂക്ഷിച്ചു കൊള്ളുക. കഴിയുമെങ്കിൽ വൃതന്മാരെയും വീഴ്ത്തുക. ഇതായിരിക്കും പിശാചിന്റെ പ്ലാൻ. വീണ് കിടക്കുന്ന ഒന്നിന്റെ മണ്ടയ്ക്ക് ഭാരം കയറ്റുകയല്ല, നിൽക്കുന്ന ചിലതിനെ തള്ളിയിടുവാൻ ഈ ദിവസങ്ങളിൽ ദുരുപദേശങ്ങളുമായി കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കുമ്പോൾ നാം അവരെ തിരിച്ചറിയുന്നത്, എന്റെ കർത്താവ് പറഞ്ഞു, അവരുടെ പ്രവൃത്തികളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. മർക്കോസ് 13 അത് ഒന്ന് ദയവായിട്ട് എടുക്കാമോ? മർക്കോസ് 13 ആണോ? ഐ എം നോട്ട് ടു ഷുവർ. ഓക്കെ, അത് വിട്ടേക്ക്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു വാണിംഗ് ആണ് നാം കണ്ടത്. താൻ ഏഷ്യ മൈനറിൽ നിന്ന് പോകുന്നതിന് മുന്നമേ അവിടെയുള്ള സഭകൾ ചേർന്ന് തനിക്കൊരു യാത്രയയപ്പ് കൊടുക്കുവാൻ ഒരുമിച്ച് കൂടി. അന്ന് രാത്രിയിലാണ് നമ്മുടെ യൂത്തിക്കോസ് ഉറങ്ങി മേളത്തെ നിലയിൽ കിളിവാതിലൂടെ താഴെ വീണിച്ചത്ത് പിന്നെ അദ്ദേഹത്തെ ഉയർപ്പിച്ച് ഒക്കെ കൊണ്ടുവന്ന ചരിത്രം വരുന്നത് ഇവിടെയാണ്. ആ രാത്രിയിൽ പൗലോസ് നീണ്ട പ്രസംഗം പറയുന്ന കൂട്ടത്തിൽ താൻ എടുത്തു പറഞ്ഞത് ഒന്നുണ്ട്. താൻ ഏഷ്യയിൽ ഉണ്ടായിരുന്ന ബിഷപ്പന്മാരെ ഒരുമിച്ച് കൂട്ടി സഭാ നേതൃത്വത്തെ, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ കുറിച്ച് ഞാൻ സാധാരണ പറയാറുണ്ട്, നാം സാധാരണക്കാരായി ആരംഭിച്ച് ഇവിടെ തീരാനല്ല, ശിശുവായി ജനിച്ച് ശിശുവായി തുടരാനല്ല, ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് ചിലരെ തമ്പുരാൻ പൊക്കി ഉയർത്തി പണിയാനുണ്ട്. നമ്മൾ കിളന്നു വരേണ്ടവരാണ്. ബിഷപ്സായി അവർ മാറേണ്ടവരാണ്. അന്ന് ബിഷപ്പായി തീർന്നവർ അല്ലെങ്കിൽ ഭരണാധികാര സ്ഥാനത്തേക്ക് വന്നവരെ വിളിച്ചുകൂട്ടി വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ഞാനിവിടെ ഉള്ളിടത്തോളം അത് കയറി വരത്തില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് പോയ ശേഷം, കാര്യം താൻ ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ടൊരു ദർശനം പ്രാപിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം മാറിത്തിരിഞ്ഞ് ദൈവത്തെ സേവിക്കുവാൻ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഇറങ്ങിത്തിരിച്ച ഒരു ഒറ്റപ്പെട്ട മനുഷ്യനാണ്. തൻ്റെ ജീവിതത്തിൽ ഒരു പരാജയവശം പറയാനില്ലാതെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുവെന്ന് അന്ത്യത്തിൽ വിളിച്ചു പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, ഞാനിവിടെ ഉള്ളിടത്തോളം ദുരുപദേഷ്ടാക്കന്മാർ വരത്തില്ല. പക്ഷേ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്നെഴുന്നേൽക്കും. അവിടെ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ കടക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയേണ്ടതിന് വേണ്ടി ദുരുപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. വേറൊരുത്തനല്ല. അവന്റെ ലക്ഷ്യം എന്താണ്? ശിഷ്യന്മാരെ എൻ്റെ പിന്നാലെ വലിച്ചു കളയണം. എല്ലാവരും കൂടെ ക്രിസ്തുവിനെ സേവിച്ചു പോയാൽ എനിക്ക് കിട്ടേണ്ട പണം കിട്ടത്തില്ല, കസേര കിട്ടത്തില്ല, സ്ഥാനം കിട്ടത്തില്ല, മാനം കിട്ടത്തില്ല. പൗലോസ് അപ്പോസ്തലൻ പറയാനുള്ളത്, ഞങ്ങൾ തകർന്നിരിക്കുന്നവരെങ്കിലും ബലവാന്മാരാ. കാര്യം ഞങ്ങളിൽ ഒരു ശുശ്രൂഷ ഉണ്ട്. ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെങ്കിലും സമ്പന്നന്മാരാ. കാര്യം ഞങ്ങളിൽ ഒരു ശുശ്രൂഷ ഉണ്ട്. ഒരു ശുശ്രൂഷ ഉള്ള ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ താഴോട്ട് പോകത്തില്ല. ആരെല്ലാം കൂടെ തപ്പിയാലും തട്ടിയാലും അവർ നിലനിൽക്കും. കാര്യം അവരുടെ അകത്ത് ദൈവം പകർന്ന ചിലതുണ്ട്. അതില്ലാതെ വരുമ്പോൾ സഹോദരന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയേണ്ടതിന് വേണ്ടി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. 1 തീമോത്തിയോസ് 4:1 ദയവായി വായിക്കാമോ? 1 തീമോത്തിയോസ് 4:1 പൗലോസ് ഇക്കാര്യത്തെക്കുറിച്ച് ഭയങ്കര ശക്തമായി എഴുതുവാൻ പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിക്കുക. വായിച്ചാട്ടെ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ആത്മാവ് തെളിവായി വീണ്ടും പൗലോസിനോട് പറയാം, പൗലോസേ, വരുന്നു ഒരു ഭാവി കാലം, ഒരു അന്ത്യകാലം. അന്ന് അനേകർ ആശ്രയിക്കരുതാത്ത ചിലതിൽ പോയി ആശ്രയിക്കും. ചിലർ ഭൂതങ്ങളുടെ ഉപദേശത്തെയും വ്യാജ ആത്മാക്കളെയും ആശ്രയിക്കും. ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ വാക്ക് മറക്കരുത്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇവർ പ്രവാചകന്മാരോ കള്ളപ്രവാചകന്മാരോ എന്ന് അറിയുന്നത് അവരുടെ ഫലത്താലാണ്.
അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല, അവർ കായ്ക്കുന്ന ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും, അവർ ദൈവത്തിങ്കൽ നിന്നുള്ളവരാണോ അല്ലയോ എന്ന്. ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് വിശ്വാസം ത്യജിച്ചു പോകുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നുണ്ട്, ആത്മാവ് വ്യക്തമായി പറയുന്നുണ്ട്. 2 തീമോത്തിയോസ് 3:13-14 വായിക്കാമോ? നമ്മൾ അടുത്ത ആഴ്ച ഇതിന്റെ അടുത്ത ഡെപ്തിലേക്ക് പോകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നവരും. ദുഷ്ടമനുഷ്യരും മായാവികളും. ദുഷ്ടമനുഷ്യർ അവരുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ വരുന്നത് ദുഷ്ടതയാ, അവരുടെ അകത്ത് ദുഷ്ടതയുണ്ട്. 2 മായാവികൾ, വഞ്ചകന്മാർ, ഏതാണ്ട് മാജിക്ക് കാണിക്കുന്ന പോലെ ഏതോ ചില കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നവർ. ഞാൻ ഒരു പ്രവാചകൻ ഒരിക്കൽ എന്നോടൊരു നല്ല ദൂത് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ദൂത, വിത്ത് ഡേറ്റ് അക്യുറസി. അദ്ദേഹത്തെ ചർച്ചിലൊന്ന് വിളിക്കണം എന്നെനിക്ക് തോന്നി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ ഇടപെട്ടു, ആ ഡേറ്റ് അക്യുറസിയിൽ അദ്ദേഹം തന്ന ദൂത് നിവർത്തിയായി കഴിഞ്ഞ് വിളിച്ചാൽ മതി എന്ന്. അയ്യോ, ആ ഡേറ്റും കഴിഞ്ഞ് പിന്നെ ഒരു 3 കൊല്ലവും കൂടെ കഴിഞ്ഞ്, അതുകൊണ്ട് ഇതുവരെ ഞാൻ വിളിച്ചുമില്ല, കാര്യം നടന്നുമില്ല. അപ്പം എന്നതായിരുന്നു ഈ കേട്ടത്? ഒരു മായാവിയായിരുന്നു. ഒരു ദിവസം സഭായോഗം കഴിഞ്ഞ ഉടനെ ഒരാൾ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങളെ വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് ഒരു ദൂത് തന്നു, അത് വിളിച്ചു പറയാൻ വിളിച്ചതാ. സന്തോഷം. ആ ദൂതൊക്കെ കേട്ടിട്ട് അന്ന് പകൽ വരെ ഇവിടെ നടന്ന കാര്യങ്ങളുടെ അക്യുറേറ്റ് റിഫ്ലക്ഷനാ, അക്യുറേറ്റ്, തെറ്റാത്ത ദൂത. എന്തോ ആ ഒരു ടെലിഫോൺ ദൂതിന്റെ പുറത്ത് മാത്രം അങ്ങ് ഒതുങ്ങണ്ട എന്ന് എനിക്കൊന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന ആശയമുണ്ട്, എവിടെ വെച്ച് കാണാൻ ഒക്കും? അദ്ദേഹം പറഞ്ഞു, ഇപ്പം ബാംഗ്ലൂരിന് വരാം. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ കേരളത്തിൽ വരുന്ന കൂട്ടത്തിലൊന്ന് കണ്ടാൽ ഉപകാരമാണ്. അങ്ങനെ എനിക്കൊരു ഡേറ്റ് തന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് തൻ്റെ ദൂതിന് നന്ദി പറഞ്ഞു. താൻ വീണ്ടും എന്നോട് ഒരു കൂട്ടം ദൂത് പറഞ്ഞു. മൊത്തം അക്യുറേറ്റ് ആയിരുന്നു നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ. ഭാവിയെക്കുറിച്ചും പറഞ്ഞു. ആ ഭാവിയെക്കുറിച്ച് പറഞ്ഞതിൽ ഇതുപോലെ തന്നെ അക്യുറേറ്റ് ഡേറ്റ്സ് ഉണ്ട്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പേ, അതായത് കണ്ടിട്ടും ചിരി കണ്ടിട്ടും സന്തോഷം കൊണ്ടും ഉടൻ വിളിക്കാൻ അങ്ങ് തോന്നും, അതുപോലെ ഉണ്ട്. എന്നോട് പറഞ്ഞ അടുത്ത 2nd വീക്ക് മീറ്റിങ്ങിന് ഞാൻ അവിടെ വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരുന്നെങ്കിലും വേറൊരാൾ പ്രസംഗിക്കുന്നുണ്ട്, മറ്റേ ആൾ ഞാൻ തന്നെയാണ്, ഇയാൾക്ക് സമയമില്ല എന്നുള്ളൊരു ആശയത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ദൈവാത്മാവിനോട് പറഞ്ഞു, ആ പറഞ്ഞ ദൂത് നിവർത്തിച്ചിട്ട് വിളിച്ചാൽ മതി. ഇന്നും നിവർത്തിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു 5 കൊല്ലമായി വിളി പെൻഡിങ്ങിലാണ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടാവും. ഒരു ദിവസം ഒരാൾ ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്നു, ഈ ചർച്ച് വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ രോഗം, തൻ്റെ കിഡ്നി കേടായിരുന്നു. 2 കിഡ്നിയും 100% ഫെയിൽഡ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് യൂറിൻ പോകണമെന്ന് തോന്നുന്നു. എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. കർത്താവേ, ഇത്ര എളുപ്പം കിഡ്നി നേരെയായല്ലോ, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, യൂറിൻ പാസ് ചെയ്തു. ഏതാണ്ട് 2 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ പോകുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തെ തിരിച്ചുപോയി. പോകുന്ന വഴിക്ക് 2-3 പ്രാവശ്യം വിളിച്ചേച്ച് പറഞ്ഞു, യൂറിൻ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക, പ്രൈസ് ദി ലോർഡ്, സുഖമായി. 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, സാക്ഷി പറയാൻ നിങ്ങളുടെ ചർച്ച വരുന്നുണ്ട്. എനിക്ക് എന്തോ തോന്നി, കിഡ്നി സുഖമായെന്ന് ആരുടെ ഒരുത്തനോടുകൂടെ ചോദിച്ചേച്ചു മതി. അദ്ദേഹത്തിൻ്റെ അയൽവക്കത്തുള്ള ഒരാളിനോട് ഞാൻ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു, അയാൾ ഇന്നലെ ഡയാലിസിസ് കഴിഞ്ഞ് വരുന്നേ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നൊരു കള്ളസാക്ഷി പറയുന്ന പണപ്പിരിവല്ലാതെ വേറെ യാതൊരു ലക്ഷ്യവുമില്ല. ഈ ആശയങ്ങൾ ഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മായാവികളും വഞ്ചകന്മാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് പലരെയും കഴിയുമെങ്കിൽ വൃതന്മാരെയും കൊടുക്കേണ്ടതിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാലമാണ്. നാം മറക്കരുത്, മായാവികൾ രംഗത്ത് കാണുമെന്ന് മറക്കരുത്. 2 യൂദായുടെ ലേഖനം 4-ാമത്തെ വാക്യം നമുക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. അച്ചിലൂടെ താവട്ടിറങ്ങാൻ പോവാ. യൂദായുടെ ലേഖനം 4-ാം വാക്യം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. ഒരു വാക്കിലൊന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങി വരാം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. മലയാളം തീരെ അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് മാത്രം ഇതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി എല്ലാവർക്കും അറിയാം. കാമവൃത്തി, ദുഷ്കാമവൃത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ആണെന്ന്. ഇമ്മോറൽ സെക്ഷൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന എന്തും. ഈ ദിവസങ്ങളിൽ വളരെ ഗൗരവവും ശക്തവുമായി അന്തിമസഭാ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛതയുടെ ആത്മാവിനെ ഇന്ന് ദൈവസഭ ഇതിനകത്തൊന്നുകൂടെ ബൈൻഡ് ചെയ്യും. ഇത് രാവിലെ തീരുമാനിച്ചുകൊണ്ട് വന്നതല്ല, ഇപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാനത് എടുത്തു
പറഞ്ഞതാണ്, ഇതിനകത്തൊന്നുകൂടെ ബൈൻഡ് ചെയ്യും. അനേകരുടെ നോട്ടവും നീക്കവും മാറ്റവും കണ്ടാൽ ഇതെല്ലാം തന്നെ ചില വേണ്ടാത്ത കാര്യങ്ങൾ പ്രമോട്ട് ചെയ്യാനുള്ള എന്തോ ഒരു പ്രേരണയിലാണ് എന്ന് കാണുവാൻ കഴിയും. അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുന്ന ചിലരെ കുറിച്ച് തന്റെ ഈ യൂദായുടെ ലേഖനത്തിൽ പറയുക. ഞാൻ എന്തുകൊണ്ടോ ഈ പ്രാവശ്യം ട്രിവാൻഡ്രത്ത് ചെന്നപ്പോൾ ഞായറാഴ്ചത്തെ മെയിൻ സന്ദേശത്തിലും അല്ല പല സന്ദേശങ്ങളിൽ ഈ യൂദായുടെ ലേഖനത്തെ തൊടുവാനിടയായി തീർന്നു. യൂദായുടെ ലേഖനം വേദപുസ്തകത്തിന്റെ അവസാനത്തെ ലേഖനമാണ്. ഇതിനു മുമ്പേ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. യൂദായുടെ ലേഖനം വേദപുസ്തകത്തിലെ അവസാനത്തെ ലേഖനമാണ്. വെളിപ്പാട് പുസ്തകം എഴുതുന്നതിന് തൊട്ടു മുന്നമേ ഒടുവിലത്തെ ഇടയലേഖനം സഭയ്ക്ക് വേണ്ടി എഴുതുവാൻ ശ്രമിക്കുമ്പോൾ യൂദാപ്പസ്തോലൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാവർക്കും പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതേണ്ടതിന് സകല പ്രയത്നവും ചെയ്യുകയിൽ ഞാൻ സ്വയമായി ഒരു കാര്യം ചെയ്തു. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചൊന്ന് എഴുതണം. പൊതുവിലുള്ള രക്ഷ എല്ലാവരുടെയും ഇടയിൽ സന്തോഷം ഉളവാക്കുന്നതാ, എല്ലാവർക്കും ആനന്ദം തരുന്നതാ. ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ മതി, നമ്മളിൽ ആരും നരകത്തിൽ പോകത്തില്ല. സ്വത്രം, കർത്താവ് എല്ലാവരും രക്ഷിച്ചു, പറാസ്തോത്രം, എല്ലാവരും കൂടെ സ്തോത്രം പറയും. നമ്മളെ എല്ലാം കർത്താവ് ഇന്നങ്ങ് അനുഗ്രഹിക്കുകയാണ്. ഇന്നലെ കണ്ട ശത്രുവിനെ ഇനി മേലാൽ കാണത്തില്ല. ഇന്നു മുതൽ ദൈവം ചെയ്തിരിക്കുന്നു. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും കൂടെ ഇളക്കി മറിക്കാൻ കഴിയും. ഇത് ഞാൻ എഴുതുവാൻ സകല ശ്രമവും ചെയ്യുക. കുറെ ലേഖനങ്ങൾ, കുറെ മെറ്റീരിയൽ കൊണ്ടൊന്നുമല്ല. മൈ ബുക്ക് ഈസ് റെഡി. അത് കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്യത്തക്കവണ്ണം ഞാൻ സകല പ്രയത്നവും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിർത്തവിടെ. അന്തിമ ലേഖനം അതല്ല വേണ്ടത്. ഇളക്കി വിടുന്ന ലേഖനമല്ല അന്തിമ ലേഖനം. പകരം കൃപയിൽ നിൽക്കേണ്ടവരെ ഉറപ്പിക്കേണ്ട ലേഖനമാകയാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് തോന്നി. ആ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി. ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ചർച്ചയിൽ ഇവിടെ തന്നെ തൊട്ടതാ, ദ ഫെയ്ത്ത് ഈസ് ഗിവൻ വൺസ് ആൻഡ് വൺസ് ഫോർ ഓൾ. അങ്ങനെയാണ് ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. വൺസ് ആൻഡ് വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എന്നേക്കുമായ ഒരു വിശ്വാസം ആവർത്തിച്ച് ഫലമേൽപ്പിക്കപ്പെടുന്നതല്ല. വേദപുസ്തകം എഴുതിയ സാഹചര്യങ്ങളിൽ അന്ന് ഇങ്ങനെ ആയിരുന്നു. കൊരിന്ത്യ ലേഖനത്തിലോട്ടൊന്ന് വരണം. സ്ത്രീകൾ സഭയിൽ മൗനമായിരുന്ന് വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് സംശയം ചോദിക്കട്ടെ, സഭയിൽ മൗനമായിരിക്കട്ടെ എന്ന് ഒരു വാക്ക് കൊരിന്ത്യ ലേഖനത്തിൽ. ഞാൻ കേട്ടിട്ടുള്ള ചില റെഫറൻസസ് പറയാം. അക്കാലത്ത് സ്ത്രീകളെല്ലാം വായാടികളായിരുന്നു. വന്നിരുന്നാൽ അങ്ങ് തുടങ്ങും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഒരുത്തന്റെ കണ്ടുപിടുത്തമാണ്, അവരെന്റെ കണ്ടുപിടുത്തം. അക്കാലത്തെ സാഹചര്യം, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന ഇന്നത്തെ യൂറോപ്യൻ സിസ്റ്റമാണ്. ഇവിടെ പൗലോസ് പ്രസംഗം തുടങ്ങുമ്പോൾ അവളുമാര് പ്രസംഗം തുടങ്ങും. അതുകൊണ്ട് ബൈബിൾ കാലത്തേക്ക് എഴുതിയതാണ് രണ്ടാമന്റെ കണ്ടുപിടുത്തം. മൂന്നാമതൊരുത്തന്റെ കണ്ടുപിടുത്തം, അക്കാലത്തെ പെണ്ണുങ്ങൾ പൗലോസിനെ ഇരുത്തുകയില്ല, അദ്ദേഹത്തെ ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നോട് ചോദിക്കാൻ വരണ്ട. ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ ഒരുപാടെണ്ണം ഓരോരുത്തർ അവതരിപ്പിക്കും. എല്ലാവർക്കും പറയാനുള്ളത്, എഴുതിയ കാലത്ത് അങ്ങനായിരുന്നു, ഇന്ന് അങ്ങനല്ല. ചെകുത്താനെ കേട്ടോടാ പിശാചേ, വിശുദ്ധന്മാർക്ക് വിശ്വാസം ഫലമേൽപ്പിക്കുന്നത് ഒരിക്കലാണ് ആവർത്തിച്ച് ഫലമേൽപ്പിക്കുന്നതല്ല. നാളെയെക്കുറിച്ച് നമുക്കറിയാൻ വയ്യാത്തതിനാൽ നമ്മുടെ ഇന്നത്തെ എഴുത്ത് നാളേക്ക് പ്രയോജനമല്ല, കാലത്തിങ്കൽ മാറി വരും. എന്നാൽ എഴുതിച്ചവനായ ദൈവം പരിശുദ്ധാത്മാവ് കാലങ്ങൾക്ക് ദൈവമാകയാൽ അന്ന് വരെ നടക്കുന്ന സകലതും മുന്നമേ താൻ അറിഞ്ഞതാകയാൽ യാതൊരു വിഘ്നവും കൂടാതെ എന്നേക്കുമുള്ളത് ഒരു പുസ്തകത്തിൽ കുറിച്ചു വെക്കുവാൻ ദൈവത്തിന് തിരിഹിതമായി. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഈ ബൈബിളിന് ഇതര പുസ്തകങ്ങളെക്കാളുള്ള ചില വ്യത്യാസങ്ങളിൽ ഒന്ന് ഇപ്പൊ തൊടാൻ പോകുന്നത്. ഈ സന്ദർഭത്തിൽ സ്കൂളുകളിൽ ഏത് കരിക്കുലത്തിലും ഏത് കോളേജിലേക്കും ഏത് സ്കൂളിലേക്കും പ്രിന്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ ചില വർഷങ്ങൾ കഴിയുമ്പോൾ മാറും. 4, 5, 8, 10 വർഷങ്ങൾ കഴിയുമ്പോൾ ആ പാഠപുസ്തകങ്ങൾ മാറും. എന്താ മാറുന്നതെന്നറിയാമോ? കണ്ടുപിടുത്തങ്ങൾ മാറി, സാഹചര്യങ്ങൾ മാറി, ലോകത്തിന്റെ ജീവിതചര്യ മാറി, ശാസ്ത്രം മാറി, ചരിത്രവും മാറും. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ മാറുന്നില്ലെങ്കിൽ എഴുതിയ കാലത്തേക്ക് ഇത് കൊള്ളത്തുള്ളൂ. ഒരു 5 വർഷം കഴിയുമ്പോൾ കൊള്ളത്തില്ല. പക്ഷേ നമ്മുടെ ബൈബിളിന്റെ പ്രത്യേകത, ഇത് എഴുതിയിട്ട് ഇന്ന് വരെ ഇത് മാറിയിട്ടില്ല. ഇത് മാറേണ്ട ആവശ്യവും വരുന്നില്ല. കാര്യം എന്നാന്നറിയാമോ? അങ്ങനെയാണ് രണ്ടാമത്തെ കൂടെ തൊട്ടെങ്കിൽ ഇത്രയും വ്യക്തമാകത്തുള്ളൂ. എന്താണെന്നറിയാമോ? ഇത് എഴുതിയ ദൈവത്തിനറിയാം നാളെ ഇന്നതാ നടക്കാൻ പോകുന്നത്. ആകെ 10 2000 കൊല്ലമേ ഇതിന്റെ ആവശ്യം വരുന്നുള്ളൂ, അല്ലെ 3000 വർഷമേ ഇതിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഇതിനോടകം എന്നതൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം. ഇതിനോടകം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ദൈവത്തിനറിയാം. ആ വലിയവനായ ദൈവം, സൃഷ്ടിയുടെ യജമാനൻ, കാലങ്ങൾക്ക് അധീനനായവൻ, എന്നേക്കും സംഭവിക്കുവാനുള്ളത് ഒരുമിച്ച് കൂട്ടി എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായത്. ഇത് അത്രയും ഗ്രഹിക്കണമെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഭാഗം കൂടെ തൊട്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അത് ഞാൻ തൊട്ടിട്ടുള്ളതാ. സ്കൂളുകളിൽ പഠിക്കുന്ന പുസ്തകം, 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പുസ്തകം 2ാം ക്ലാസ്സിൽ കൊള്ളത്തില്ല, 2ാം ക്ലാസ്സിലേത് 5ാം ക്ലാസ്സിൽ കൊള്ളത്തില്ല, 5ലേത് 10 കൊള്ളത്തില്ല. ഓരോ ക്ലാസ്സിലേക്ക് വെവ്വേറെ പുസ്തകമാണ്.
പക്ഷെ ഇവിടുത്തെ സൺഡേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കണം, നഴ്സറി പഠിപ്പിക്കുന്നത് ഈ ബൈബിൾ, 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇതേ ബൈബിൾ, 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അതേ ബൈബിൾ. ബൈബിൾ കോളേജിൽ പോയവരോട് ചോദിക്കണം, ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കുന്നവൻ പഠിക്കുന്നത് ഇതേ ബൈബിൾ, മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുന്നവൻ പഠിക്കുന്നത് ഇതേ ബൈബിൾ, PhD കാരനും ഇതേ ബൈബിൾ. കാര്യം എല്ലാ ആളുകൾക്കുമുള്ളത്, എല്ലാ കാലഘട്ടങ്ങളിലേക്കുമുള്ളത്, എല്ലാ ഏജ് ഗ്രൂപ്പിലേക്കുള്ളത്, എല്ലാ നോളജ് ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ളത്, എല്ലാ പീപ്പിൾ ബാക്ക്ഗ്രൗണ്ടിനുള്ളത് നിത്യനായ ദൈവം ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ പുസ്തകത്തിനകത്താക്കി എന്റെ നിങ്ങളുടെ കയ്യിലോട്ട് വന്നേച്ചു പറഞ്ഞു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം. യൂദാപ്പസ്തോല, ആളുകളെ ഇളക്കുന്ന മായാവികൾ അനേകർ എഴുന്നേൽക്കുമ്പോൾ എന്റെ ജനം അതിന്റെ പുറകെ പോകരുത്, ഇതിനകത്ത് നിൽക്കുവാ. നീ അവരോട് പ്രബോധിപ്പിച്ചെഴുതണം, അതിന് നീ പോരാട്ടം കഴിക്കണം. അതിനെന്റെ ജനവും പോരാട്ടം കഴിക്കണമെന്ന് അവരോട് പറ. അതിനകത്തെ ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർ ഒന്നുകൂടെ വായിച്ചു 4ാം വാക്യം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി. ദ ഗ്രേസ് തിയോളജി. ശ്രദ്ധിച്ചു കേട്ടോ, ഓൾ അറൗണ്ട് ദ ഗ്ലോബ് ഈ തിയോളജിയുടെ പുറകെ പോകുന്ന ഒരുപാട് പേരെ നോക്കിയാൽ ദുഷ്കാമ വൃത്തികൾ അവരുടെ ഡ്രസ്സിൽ, അവരുടെ വാക്കിൽ, അവരുടെ നടപ്പിൽ, അവരുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്ന ആർക്കും കാണാം. ഞാൻ ആ ഗൗരവത്തിൽ ഇറങ്ങുന്നത് എന്നോട് ക്ഷമിക്കണം. കഴിയുമെങ്കിൽ വരുന്ന ആഴ്ചകളിലായി 1-2 പിക്ചർ ഞാൻ വേണേ ഫോക്കസ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദി ക്രിസ്ത്യൻ ഡ്രസ് കോഡ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ദി എൻസൈക്ലോപീഡിയ ഗിവ് ദ എക്സ്പ്ലനേഷൻ. ഞാനല്ല എക്സ്പ്ലനേഷൻ തരുന്നത്, എൻസൈക്ലോപീഡിയകളിൽ നിന്നും പുൾ ഔട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായി പറഞ്ഞത്. എന്തായിരുന്നു ക്രിസ്ത്യാനിയുടെ ഡ്രസ് കോഡ്? പെന്തക്കോസ്റ്റ് പ്രസ്ഥാനം ആരംഭത്തിൽ ആരംഭിക്കുന്നത്, എനിക്ക് തോന്നുന്നു, ഐ എം സോറി ഇഫ് ഐ എം ഗോയിങ് ടു മച്ച്, ഫൊർഗീവ് മീ, പക്ഷേ നമ്മൾ അറിയേണ്ടത് അറിഞ്ഞേ മതിയാകും. ഈ ചില ആളുകൾ പറയാറുണ്ട്, വേദപുസ്തകത്തിൽ തെളിവില്ലാത്ത കുറെ കാര്യം മലയാളി പാസ്റ്റേഴ്സ് എല്ലാം കൂടെ പറഞ്ഞുണ്ടാക്കിയത് എന്തിനാടാ ഞങ്ങളുടെ തലയെ കെട്ടിവെക്കുന്നത്. എനിക്കൊരു മെയിൽ ഒരിക്കൽ വന്നായിരുന്നു ഇതേ വാചകത്തിൽ. ഒടുവിൽ അതിനൊരു മറുപടി തയ്യാറാക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഒടുവിൽ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ഭൂമിയെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ 5 പൈസയുടെ വിവരമില്ലാത്ത നീ നിന്റെ വിവരക്കേട് പുലമ്പുകയാണോ, അതോ വിവരമില്ലാത്ത മലയാളികളെ കളിപ്പിക്കാൻ വേണ്ടി ഇത് മലയാളികളുടെ കണ്ടുപിടുത്തമാണെന്ന് നീ പറഞ്ഞ് മറ്റവരെ കളിപ്പിക്കുകയാണോ? വാട്ട് ഡു യു മീൻ? 1945 ഇന്ത്യയിൽ പെന്തക്കോസ്റ്റുകാർ എത്തുന്നതിന് മുന്നമേ വേൾഡ് പെന്തക്കോസ്റ്റൽ കോൺഗ്രസ് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 40 ലക്ഷത്തിലധികം സഭകളാണ് അന്ന്, ഇന്നല്ല, അതിനകത്തെ മെമ്പേഴ്സ്. അതിന്റെ ബൈലോയിൽ അവർ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ചേർക്കാൻ ഞാൻ വിളിച്ചു പറയാൻ പോവാ. ഇത് എൻസൈക്ലോപീഡിയ കിടപ്പുണ്ട്. അതിന്റെ ബൈലോയിൽ അവർ ചേർത്തിരുന്നത്, നമ്പർ 1, വി ആർ നോട്ട് കാത്തലിക്സ്, നാം കത്തോലിക്കരല്ല. 2, വി ആർ നോട്ട് പ്രൊട്ടസ്റ്റന്റ്, നാം പ്രൊട്ടസ്റ്റന്റുകാരല്ല. വി ആർ എബവ് ദാറ്റ്, നാം പെന്തക്കോസ്റ്റുകാരാ. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് പാലിക്കേണ്ട ചിലത് നാം പാലിച്ചേ മതിയാകൂ. സ്ത്രീകളുടെ ഡ്രസ് കോഡിനെ കുറിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവരുടെ ശൈലിയാണ്, ഇന്ത്യൻ ശൈലിയല്ല. കഴുത്തു മുതൽ മുട്ടുവരെ ശരീരഭാഗങ്ങളുടെ ആകാരം കണ്ടാൽ തിരിച്ചറിയാത്ത ലൂസ് ക്ലോത്തിങ് സ്ത്രീകൾക്ക് നിർബന്ധമാണ്. നമുക്ക് മോഡേൺ ഇസത്തിലേക്ക് ഒന്ന് കയറി വരാം. സ്ത്രീകളുടെ ശരീരം വസ്ത്രം ഉണ്ടെങ്കിൽ പോലും പുറമേ നിന്ന് കാണത്തക്കവണ്ണം കാണുന്ന വ്യക്തികളെ കാമാർത്തിയിൽ കുടുക്കുമാറ് വസ്ത്രധാരണത്തിൽ വന്ന വ്യത്യാസം. ഞാൻ താഴോട്ട് ഇറങ്ങാൻ പോകുകയാ. ഓരോ വാക്കുകളിൽ, വസ്ത്രധാരണങ്ങളിൽ, ജീവിതചര്യകളിൽ കാമാർത്തികൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു സമ്പ്രദായം അന്തിമകാലത്ത് വരുന്നതിനാൽ അതെന്റെ ജനത്തെ നരകത്തിൽ നയിക്കാതെ ഇരിക്കേണ്ടതിന് നീ ശ്രദ്ധിച്ച് എഴുതുക. ആ വാക്കുകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കാമാർത്തികളിൽ കുടുക്കുന്ന ഒരു കൂട്ടം വിശ്വാസം. കഴിഞ്ഞ ദിവസം ഒരു പക്ഷേ അവരെന്നെ ശ്രദ്ധിച്ചേക്കാം, ഇല്ലെങ്കിൽ നാളെ ആരെങ്കിലും ഇവർക്ക് പറഞ്ഞു കൊടുക്കും, വെബ്സൈറ്റിൽ കിടപ്പുണ്ടെന്ന് അവർ കാണണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നന്നായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി ഓടിയവൻ 2ാം ഭാര്യയെ വെച്ചോണ്ട് ഇന്ന് സുവിശേഷ വേല ചെയ്യുന്നു. ഭയങ്കര ആത്മവ്യാപാരമാണെന്ന് ഒരുത്തം പറഞ്ഞു. അതിനെക്കുറിച്ച് അല്ലേ തീമോത്തിയോസ് പറഞ്ഞത്? വ്യാജ ആത്മാക്കളെയും മായാവികളെയും കണ്ടുപിടിച്ച് ഒഴിഞ്ഞു സൂക്ഷിക്കുവാൻ ഇവന് കൈകൊടുത്ത് ഞാൻ എന്തിനു നരകത്തിൽ പോകണം? ഇവന്റെ കയ്യിൽ നിന്ന് കർത്തൃമേശ വാങ്ങിക്കഴിച്ച് എൻ്റെ കുടുംബം എന്തിനു നശിപ്പിക്കണം? ഈ ദുരാത്മാവ് എന്തുകൊണ്ട് എന്നിലേക്ക് വ്യാപരിക്കണം? അനേകർ എഴുന്നേൽക്കും
എടുക്കുന്നതിന്റെ പിമ്പിലെ പൈശാചിക ലക്ഷ്യം ഇതാണ്. എന്നാൽ ഏതു മനുഷ്യനെയും ആകർഷിക്കുവാൻ പിശാചിനുള്ളതായ ഒരു കഴിവ് ഇതിനകത്തൂടെ കുത്തിവെച്ചുകൊണ്ട് ജനത്തെ നശിപ്പിക്കുന്ന ഒരു അന്ത്യകാലം വരും. ആകയാൽ നീ എഴുതുക, ജനം സൂക്ഷിച്ചൊഴിയട്ടെ. ഇന്ന് ഇതിവിടെ കൊണ്ടുവരാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. പ്രധാന കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഫുള്ളി പ്രിപ്പയർഡ് അല്ല. ഞാൻ പറഞ്ഞു, എന്നാൽ തന്നെ ഇന്നിത് തൊട്ട് തുടങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ അതുപോലെ പ്രേരണ തന്നതിനാൽ ഞാനിത് തൊട്ട് തുടങ്ങുകയാണ്. ആരും അനർത്ഥത്തിന്റെ കുഴിയിൽ വീഴാതിരിക്കുവാൻ ഗൗരവമായി ശ്രദ്ധിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 7:22 വായിച്ചാലും, മർക്കോസ് 7:22, ഈ കാമാർത്തികളും അശുദ്ധിയും എവിടെ നിന്ന് വരുന്നു? ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് വെളിയിലേക്ക് വരുന്ന കുറെ കാര്യങ്ങളെക്കുറിച്ച് ക്രിസ്തുവിന്റെ സ്വന്തം വാഗൊണ്ട് യേശു എടുത്തു പറയുന്നതാണ് നാം വായിച്ചു കേട്ടത്. ജാതികളായിരുന്നപ്പോൾ, ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചപ്പോൾ, ലോകമാർഗങ്ങളിൽ നടന്നപ്പോൾ പിശാച് നമ്മിൽ നട്ടിരുന്ന ചിലത് ഒന്നുകൂടെ വായിച്ചോ. ഇത് നമ്മിൽ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടോ? നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഞാൻ പറഞ്ഞു, ഇന്ന് ദുരുപദേശത്തിന്റെ പടികളിലേക്ക് ജനം കയറുമ്പോൾ, തെറ്റില്ലെന്ന് പറയുന്ന ഒരു ഇടത്തേക്ക് പോകുമ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നുവെന്ന് അറിയേണ്ടതിന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുക. പ്ലീസ് ഒന്നുകൂടെ വായിച്ചാട്ടത്. ദുശ്ചിന്ത, ഒന്ന്, ചിന്തയിലെ ദുഷ്ടത. എന്റെയും നിങ്ങളുടെയും മനസ്സ് പിശാചിന് വിട്ടുകൊടുക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദുശ്ചിന്ത നമ്മിൽ വരരുത്. ഇത് പിശാചിന് വിട്ടുകൊടുക്കരുത്. നമുക്ക് ദൈവകാര്യം ചിന്തിക്കാം. ലോകത്തിലുള്ളതിനെയും അതിന്റെ മോഹത്തെയും കുറിച്ച് ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മുടെ തോട്ട് ഫീൽഡ്, നമ്മുടെ ചിന്താ മണ്ഡലം ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവം അതിനെ ഉപയോഗിക്കട്ടെ. ദുശ്ചിന്ത ഹൃദയത്തിൽ നിന്ന് വരുന്നു. 2, വ്യഭിചാരം. വ്യഭിചാരം വായിച്ചു. പരസംഗം വായിച്ചു. കുലപാതകം. കുലപാതകം വായിച്ചു. മോഷണം. മോഷണം. അത്യാഗ്രഹം. അത്യാഗ്രഹം. എത്ര കിട്ടിയാലും തൃപ്തിയില്ല, ഇതിനപ്പുറത്ത് വീണ്ടും വേണം. അത്യാഗ്രഹം. പിന്നെ ദുഷ്ടത. ദുഷ്ടത. ചതി. ചതിവ്. ദുഷ്കർമ്മം. ദുഷ്കർമ്മം, അരുതാത്ത പ്രവർത്തികൾ. വിടക്കുകണ്ണ്. നോക്കരുതാത്തടത്ത് നോക്കുക, ഒളികണ്ണിട്ടെങ്കിലും നോക്കുക. എന്റെ ദൈവമേ, പലരും പോകുന്നതൊന്ന് കാണണം. പണ്ടൊരിക്കൽ പാസ്റ്റർ വി.എ. തോമസ് പ്രസംഗിച്ച ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്. തേങ്ങ കട്ട് മോഷ്ടിച്ച് ചെലവ് കഴിഞ്ഞിരുന്ന ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടെന്നിരിക്കട്ടെ. നമ്മുടെ ഇടയിൽ തേങ്ങായും ഇല്ല, തേങ്ങക്കള്ളനും ഇല്ല, സ്വത്രം. അതുകൊണ്ട് അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടവരും ഇല്ല. അദ്ദേഹത്തിന്റെ വാചകം കേരളത്തിൽ വെച്ച് പറഞ്ഞതാ. തെങ്ങേ കയറി, രാത്രിയിൽ വല്ലവന്റെ തെങ്ങേ കയറി തേങ്ങ മോഷ്ടിച്ച് കട്ട് തിന്ന് ഉപജീവനം കഴിച്ചവൻ മാനസാന്തരപ്പെട്ടെന്നിരിക്കട്ടെ. അവൻ സാധാരണ നടക്കുമ്പോൾ നിങ്ങൾ അവനെ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ എവിടെയെങ്കിലും തെങ്ങും തോപ്പി കയറുമ്പോൾ ഇവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവൻ തേങ്ങ വിരിക്കാൻ കയറത്തില്ല. പകരം താഴെ നിൽക്കുന്ന പുല്ലേൽ ഒരു കഷണം പറിച്ച് തുമ്മാനെന്ന ഭാവത്തിൽ മൂക്കിലിട്ട് എന്നും പറഞ്ഞ് മേളിലോട്ട് നോക്കുന്നോ നോക്കിക്കോണം ഇവൻ തേങ്ങ എണ്ണുക. ഇവൻ അടുത്ത 2 മാസത്തിനകം രാത്രി തെങ്ങ കയറിയിരിക്കും. കാര്യം ഇവന്റെ അകത്ത് കിടക്കുന്നത് ഇതാണ്. ഇതിഞ്ഞ് പുറത്തു വരും. ഇവന്റെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ കർത്താവും പറഞ്ഞത് അതാണ്. ഇങ്ങനെ ഒരുപാട് അശുദ്ധി നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ഈ കിടക്കുന്ന കാലത്തോളം കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെ ഒരാത്മപ്രവൃത്തി നടക്കുന്നു? അത് വേറെ ഏതാണ്ട് ഒരാത്മാവാ ആകാം. അതുകൊണ്ട് ദൈവകൃപയിൽ മടങ്ങി വരുവാൻ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ആ ഹൃദയത്തിന്റെ ശുദ്ധീകരണം, ഇത് ഇല്ലാത്തത് വ്യാജം എന്ന് തിരിച്ചറിയുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. 2 കൊരിന്ത്യർ 12:21 വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 12:21. ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അയ്യോ, ഇതെന്തോ കാര്യമായി പറയുന്നേ? പൗലോസ് കൊരിന്ത് സഭയിലേക്ക് ചെല്ലുകയാ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരാ. കൊരിന്തിലെ അത്ഭുതങ്ങൾ ഭയങ്കരമല്ലായിരുന്നു. സകല കൃപാവരങ്ങളും കൊരിന്തിൽ ഒരുപോലെ. കൊരിന്തിൽ സകല കൃപാവരങ്ങളും. അവിടെ അന്യഭാഷയുണ്ട്, ഒത്തിരി പേരങ്ങ് പറയും, വ്യാഖ്യാനമുള്ളവരുണ്ട്, പ്രവചനമുള്ളവരുണ്ട്, രോഗശാന്തിയുണ്ട്. അറിയപ്പെടുന്ന എല്ലാ കൃപാവരങ്ങളുടെയും വിളനിരമായിരുന്നു തന്റെ കൊരിന്ത് സഭ. അതേസമയം കൊരിന്ത് സഭയിൽ ഒത്തിരി പ്രശ്നവുമുണ്ട്. ഒരുത്തൻ അവന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുക. എങ്ങനെ പറയുന്നേ? ബഹുഭാര്യത്വം അന്ന് കൊരിന്തിലെ കൾച്ചറാ.
അതവിടുത്തെ കൾച്ചർ അങ്ങനെ. മോനെ, ആ കൾച്ചർ ദൈവത്തിന് കൊള്ളുകയില്ല. ആ കൾച്ചറിന്റെ പുറകിൽ അനുസരണം കെട്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവാണ് വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടണമെന്ന് അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഒന്നാമത്തെ ഉപദേശത്തിൽ വിളിച്ചു പറഞ്ഞത്. അവർ അവിടെ നിന്ന് മാനസാന്തരപ്പെട്ടേ മതിയാകൂ. അതേ, കൊരിന്ത്യരും മാനസാന്തരപ്പെട്ടു. കൊരിന്ത്യരുടെ അകത്തേക്ക് ദൈവകൃപ വ്യാപരിച്ചു. കൊരിന്ത്യരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി. എന്നാൽ അവരുടെ പഴയ കൾച്ചറിൽ പെട്ട പലതും ദൈവത്തിന് വേണ്ടി വിടുവാൻ മനസ്സില്ലാതെ ഒരു കൈ കൊണ്ട് കൾച്ചറും മറുകരം കൊണ്ട് ദൈവകൃപയും കൂടെ ഒരുമിച്ച് പിടിച്ചതിനാൽ അവരുടെ കൃപയിൽ നിന്നും കൾച്ചറിലേക്ക് താണുപോയ ഒരു കൂട്ടത്തെ പൗലോസ് കാണുകയാ. ഇവരെ കുറിച്ചാണ് യേശു പറഞ്ഞത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ ലോകമെന്ന യജമാനന്റെ കീഴിൽ നടന്നപ്പോൾ അവന്റെ മര്യാദയിൽ നടന്ന് ഇന്ന് ആ യജമാനനെ വിട്ടേച്ച് ദൈവകൃപയിൽ മടങ്ങി വരുമെങ്കിൽ നിങ്ങൾ ദൈവപ്രമാണത്തിലായിരിക്കും, നിങ്ങൾ ദൈവക്രിയയിലായിരിക്കും. 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ സേവിപ്പാൻ ശ്രമിച്ചാൽ ഒരുവനെ പകച്ച് മറ്റൊരുത്തനോടുകൂടെ പറ്റിച്ചേരുമെന്ന് മറക്കരുത്. മുന്നോട്ട് പോവാം. ഇങ്ങനെ കൊരിന്ത്യർ കുറച്ചു നാൾ 2 യജമാനന്മാരെ സേവിച്ചു ഒത്തിരി എണ്ണം പുറകോട്ടായി. അന്നും മറുഭാഷ പറയും, അന്നും കൃപാവരമുണ്ട്. പൗലോസ് പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ താഴ്ത്താൻ ഇടയാകുമോ? കാര്യം കൊരിന്ത്യ സഭയിൽ 1000 പേരുണ്ടെന്ന് പറഞ്ഞ് നടക്കുക പൗലോസ്. ഞാൻ നടക്കുന്ന പോലെ എനിക്ക് ഇന്നടത്ത് 1000 പേരുണ്ട് ഞങ്ങളുടെ മെമ്പേഴ്സ്, ഇന്നടത്ത് 500 ഉണ്ട്, ഇന്നടത്ത് 300 ഉണ്ട്. പൗലോസും പറയുന്ന, കൊരിന്തിൽ എനിക്ക് ഇത്ര പേരുണ്ട്, ഞാനവിടെ വരുമ്പോൾ എൻ്റെ ദൈവം നിങ്ങളുടെ മുമ്പിൽ എന്നെ താഴ്ത്തുമോ? അതെങ്ങനെയാ? ഈ മുമ്പേ പറഞ്ഞ പാപസ്വഭാവം ഉണ്ടായിരുന്നവൻ അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് മാറാതെ ഇതും കൂടെ താലോലിക്കുക. ഞാൻ അന്ന് പറയും, അത് അവൻ്റെ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കാലം ഒത്തിരി വർഷങ്ങൾക്ക് പുറകിൽ അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ചർച്ചിൽ ഒരു അപ്പച്ചനുണ്ട്. പുള്ളിക്കാരൻ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടതാണ്. ചർച്ചിന് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യും, പാസക്ക് ആവശ്യമുള്ള ഹെൽപ്പൊക്കെ ചെയ്യും. പക്ഷെ അപ്പച്ചൻ ഒരു മൊശടൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ മൊശടന. ഇയാളെ സഹിച്ചുകൊണ്ട് പോകുന്ന കാര്യം പ്രയാസമായി. എല്ലാ പാസേഴ്സും ഇരുന്ന് കരയും. അപ്പം അന്ന് അവിടെ വന്ന പ്രായമുള്ള ഒരു ദൈവദാസനോട് ഞാൻ ചോദിച്ചതുകൊണ്ട് ഇയാളെ പറഞ്ഞു വിട്ടുകൂടെ, എന്താ ഇയാൾ ഇങ്ങനെ നടക്കുന്നത്? അന്നേരത്തെ ആ പ്രായമുള്ള ദൈവദാസൻ പറഞ്ഞ വാചകം, ബ്രദറേ, എന്നെ പേരാ അന്നേ വിളിച്ചേ, ഇത് വളഞ്ഞു കിടന്ന് വിളഞ്ഞതാ. അദ്ദേഹത്തിൻ്റെ പദമാ, ഇത് വളഞ്ഞു കിടന്ന് വിളഞ്ഞതാ. ഇതിനെ നിവർക്കാൻ നോക്കിയാൽ ഒടിഞ്ഞു പോവും, ഇത് നിവിരുകയില്ല. ഈ വെള്ളരിങ്ങ വെള്ളരിങ്ങ അല്ല, എൻ്റെ സൂത്രമാണ് പടവലങ്ങ. കറക്റ്റ്, എക്സാക്ട്ലി. സാധനം തിന്നാൻ ഇഷ്ടമാണെങ്കിലും പേര് വിട്ടുപോയി. പടവലങ്ങ നീളമുള്ള ഒരെണ്ണമാണ്. ഇത് വളരണമെങ്കിൽ ഇതിൻ്റെ മണ്ടയിൽ ഒരു കല്ലൂടെ കെട്ടി തൂക്കിയിടണം, ഇല്ലെങ്കിൽ ഇത് വളഞ്ഞു പോകും. അച്ഛൻ അതിൻ്റെ കാര്യമാണ് പറഞ്ഞേ, വളഞ്ഞു കിടന്ന് വിളഞ്ഞതാ. ഈ വിളഞ്ഞ പരുവത്തിന് ഇനി ഇതിനെ നിവർക്കാൻ നോക്കിയാൽ നിവിരുകയില്ല, ഇത് ഒടിയുകയേ ഉള്ളൂ. അതുകൊണ്ട് അവിടെങ്ങാണ് ഇരുന്നോട്ടെ. മറ്റൊരു കർത്തൃദാസൻ എന്ന അദ്ദേഹത്തിൻ്റെ PM പേര് വിട്ടുപോയി. മറ്റൊരു നല്ല ദൈവദാസൻ, ശക്തനായൊരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, ചില വീടുകളിൽ സാധാരണഗതിയിൽ വെട്ടിയ പൊട്ടാത്ത മുട്ടം മിച്ചം വരും എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വിറക് വെട്ടിക്കീറി തീയരിക്കുന്ന പണ്ട് കാലത്ത് ഒരു കോടാലിയുമൊക്കെ ആയിട്ട് ഒരു പുള്ളിക്കാരൻ എത്ര വെട്ടിയാലും പൊട്ടാത്ത ചില കമ്പുകെട്ടൊക്കെ വരും വിറകിന്. വെട്ടിയ പൊട്ടാത്ത മുട്ടം കിട്ടിയാൽ, അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്, PN സക്കറിയ സാറ് പറഞ്ഞിരുന്ന പദമാ. ഒരാളുടെ ഭാഷയിൽ വളഞ്ഞു കിടന്ന് വിളഞ്ഞത്, വേറൊരാളിൻ്റെ ഭാഷയിൽ എത്ര വെട്ടിയാലും പൊട്ടാത്ത കുറേ മുട്ടം വരും. അങ്ങനത്തെ മുട്ടം പിന്നെ വെട്ടാൻ നിൽക്കരുത്, പകരം ഒരു സൈഡിലോട്ട് മാറ്റിയിട്. മൂത്ത മോൻ്റെ കല്യാണം വരുമ്പോൾ ചെമ്പടുപ്പിലിടാമെന്ന് വീട്ടുകാർ പറയുമെന്ന്. വരുന്നു കുഞ്ഞാടിൻ്റെ കല്യാണം, അന്ന് ചെമ്പടുപ്പിലിടുക അല്ലാതെ ഇതിനെ വേറൊന്നിനും കൊള്ളുകയില്ല. തിരുവചന ഭാഷയിൽ ചുട്ടുകളകയായിരിക്കും ഇതിൻ്റെ അന്തം. അതുകൊണ്ട് കൊരിന്ത്യ സഭയെ ഞാൻ അങ്ങോട്ട് വരികയാ. നിങ്ങളുടെ ഇടയിൽ കൃപാവരങ്ങൾ വളരെയുണ്ട്, പക്ഷേ എൻ്റെ ദൈവം നിങ്ങളുടെ മുമ്പിൽ എന്നെ താഴ്ത്തി അംഗസംഖ്യ കുറഞ്ഞു എന്ന് വരല്ലേ. ആ ബാക്കി ഒന്നുകൂടെ വായിച്ചേ, എന്തൊക്കെയാ അതിനകത്തെ പെശക്? ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി മുതലായവയെ കുറിച്ച് വാക്യം വായിക്കും. മാനസാന്തരപ്പെടാത്തവർ, പാപം ചെയ്ത് തൽക്കാലത്തേക്ക് അതൊന്ന് ഒഴിവാക്കി വെച്ചെങ്കിലും എന്നേക്കും അതിൽ നിന്നൊരു മോചനം നേടാത്തവർ. പണ്ട് വിശുദ്ധിയിൽ ജീവിച്ചവരെ അല്ല ദൈവം തപ്പിയിറങ്ങുന്നത്. അങ്ങനെ ഒരുത്തനില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല.
പണ്ട് അശുദ്ധിയിലായിരുന്നു. എന്നാൽ ഒരിക്കൽ മാനസാന്തരപ്പെട്ടാൽ, ഒരിക്കൽ അത് തള്ളിയാൽ, ഹൃദയത്തിനകത്ത് രണ്ടാമത് അതിനൊരു സ്ഥാനം കൊടുക്കാതെ അത് എന്നേക്കുമായി ഉപേക്ഷിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നവരെ ഇത് രണ്ടാമത് കയറി അറ്റാക്ക് ചെയ്യും. മുമ്പേ പറഞ്ഞുള്ള ഒരു ആന പോയേച്ച് തന്റെ വലിയൊരു ഫ്യൂരിയസ് മൃഗമായി മടങ്ങി വരുന്നെന്ന് ഞാൻ അതിനെക്കുറിച്ചൊരു വാചകം തൊടാം. ഇത് മടങ്ങി വരുവാൻ ഒരു അവസരമില്ലാതെ എന്നിൽ നിന്ന് പുറത്തായത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താ, അതിനി അകത്ത് അനുവാദമില്ലെന്ന് പറഞ്ഞ് അതിനെ കൊല്ലുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാ. കൊരിന്ത്യരെ, നിങ്ങളിൽ ചിലർക്ക് അത് കഴിയാതെ പോയതിനാൽ നിങ്ങളുടെ കൾച്ചറിന്റെ ഭാഗമായി, മദ്യപാനം അവരുടെ കൾച്ചറിന്റെ ഭാഗമാ, ബഹുഭാര്യത്വം അവരുടെ കൾച്ചറിന്റെ ഭാഗമാ, വിഗ്രഹാരാധന അവരുടെ കൾച്ചറിന്റെ ഭാഗമാ, അശുദ്ധി അവരുടെ കൾച്ചറിന്റെ ഭാഗമാ. അങ്ങനെ കൾച്ചറിന്റെ ഭാഗമായി അകത്ത് കിടക്കുന്ന ചിലതിനെ തള്ളാതെ വേണം രണ്ട് യജമാനന്മാരെ സേവിച്ചു. ഇന്ന് രണ്ടാമത്തെ യജമാനൻ നിങ്ങളെ കയറി റീ അറ്റാക്ക് ചെയ്തതിനാൽ നിങ്ങൾ എന്നെ ത്യജിച്ചു കളഞ്ഞല്ലോ, നിങ്ങളുടെ അംഗസംഖ്യ കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. വായിച്ചാട്ടുമാനിയ വാക്യം കംപ്ലീറ്റ് ചെയ്തു. തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചേച്ച് മറ്റേ പണിയും കൊണ്ട് നടക്കുന്നവൻ ഇനിയുമുണ്ട്. എന്റെ പ്രിയരെ, മായാവികൾ വഞ്ചിച്ചുകൊണ്ടിരിക്കും, വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു വലിയ അളവിൽ ഇങ്ങോട്ട് പഠിച്ചു വന്നാൽ ഇതിന്റെ എല്ലാം പുറകിൽ മാനുഷിക ചിന്തകളെ ഉണർത്തി, നമ്മുടെ അകത്ത് കിടക്കുന്ന ഇന്നർ ബലഹീനതകളെ ഉണർത്തി മറ്റൊരുവനെ വഞ്ചിച്ചെടുക്കേണ്ടതിനുള്ള ഒരു കാമാർത്തിയുടെ ഭാഗമായി വേഷം, വസ്ത്രം, നടപ്പ്, ചിന്ത, പ്രവൃത്തി എന്നിവ തരം താഴ്ന്നു വരുന്നെങ്കിൽ തിരിച്ചറിയൂ, ദൈവാത്മാവിന് എന്നെ തിരികെ വേണം. ഞാൻ ഇതിനെ ഉപേക്ഷിച്ച ശേഷം ദൈവത്തിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. ഒന്നുകൂടെ വായിക്കാം പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 4:3. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഒരു കാലത്ത് ജാതികളുടെ ഇഷ്ടമാണ് ഇതൊക്കെ. ഇതിനനുസരിച്ച് നടന്ന് നിങ്ങളും സമയം കളഞ്ഞതാ. ഇനിയും അതിന്റെ പുറകെ പോകല്ലേ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് തൊടാമോ? ഒരു കാര്യം കിടന്ന് കാണാനായിട്ടാ. 4:1. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമാക്കി ധരിപ്പിൻ. ഇതെനിക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷെ ഇന്ന് തീരുകയില്ല. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം ആയുധമായി എട്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ക്രിസ്തീയ ഭാവം എന്ത്? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച ആ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവേശുവിലുള്ള അതേ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. എന്നിൽ ഉണ്ടാകേണ്ട ഭാവം ലോകത്തിന്റെ ധനമോഹമല്ല, അതെന്നെ വഞ്ചിക്കുന്ന വഞ്ചനയാണ്. ഇതിന്റെ താടിമോഹമല്ല, ഇതെന്നെ വഞ്ചിക്കുന്ന വഞ്ചനയാണ്. ഇന്നലെ ഒരാൾ എന്നെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമല്ല, അത് അയാളുടെ പുതിയ കണ്ടുപിടുത്തമാണ്, നിങ്ങളാരും അംഗീകരിക്കാനോ ഞാൻ അംഗീകരിച്ചെന്നോ അല്ല പറഞ്ഞേ. ഒരാൾ വിളിച്ച് പറഞ്ഞ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. അതിൻ്റെ പുറകിലത്തെ രോഗം എന്നാന്ന് ആർക്കും അറിയാൻ വയ്യ, അതുകൊണ്ടാണ് ശരിക്കും മരുന്നില്ലാത്തതെന്ന്. പോട്ടപ്പ, എനിക്കറിയാൻ വയ്യ. അയാളുടെ ആർഗ്യുമെന്റ് നല്ലതാണ്, ഉഗ്രൻ ആർഗ്യുമെന്റ്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണം. അതിൻ്റെ ലക്ഷണങ്ങൾ വെളിവാകുന്നു. രോഗമാണെന്ന് കണ്ടുപിടിച്ചിരുന്ന മരുന്നും ഉണ്ടായിരുന്നു, അതില്ല. കറക്റ്റ് ഒരു മരുന്ന് അതിനില്ല. അതിൻ്റെ രോഗലക്ഷണമേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഉള്ളിലുണ്ട്. ചുമയുണ്ടാകുന്നതെല്ലാം ചുമയല്ല രോഗം, വേറെ ഏതോ രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഇതുപോലെ മനുഷ്യനിൽ നിന്ന് വെളിയിൽ വരുന്ന അനേക പാപങ്ങളുടെ കാരണം അകത്ത് കിടക്കുന്ന ഏതാണ്ട് ഒരു രോഗമാണ്. ഈ മുമ്പേ പറഞ്ഞ ആ ദോഷശക്തികൾ അകത്ത് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ചില ലക്ഷണങ്ങൾ പുറത്തു വരും. അതിനെ ബൈബിൾ ക്രോഡീകരിക്കുന്നത് ഇങ്ങനെയാണ്: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ജഡീക അവയവങ്ങളെ മരിപ്പിക്കുന്നില്ലെങ്കിൽ കൊരിന്ത്യരേ, ഞാൻ അവിടെ വരുമ്പോൾ ആകെ ബുദ്ധിമുട്ടായി മാറാൻ പോകുകയാണ്. കാര്യം, നിങ്ങൾ ദൈവത്തിനുള്ളവരല്ല എന്ന് കാണുവാനിടയാകും. വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ നമുക്കൊന്ന് സൂക്ഷിക്കാം. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലേക്കൊന്ന് പകർത്താം. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവം? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ. ഒരു ബുക്ക്, ഒരു ബുക്ക് ആരോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി പ്രാവശ്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഓരോ ഭാഗം വരുമായിരുന്നു. എനിക്ക് വായിക്കാൻ ഒക്കത്തില്ല, കാര്യം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അങ്ങനെ വായിക്കാവുന്നതിനേക്കാൾ കുറവാണ്, എൻ്റെ സമയം വായിക്കാവുന്നതിനേക്കാൾ ഒരുപാട് കുറവാണ്. അതുകൊണ്ട് എനിക്ക് വായിക്കാൻ ഒക്കുന്നില്ല. പിന്നെ അങ്ങ് ചില പിക്ചേഴ്സൊക്കെ അതിനകത്ത് വന്നത് മാത്രം ഞാൻ കണ്ടു. അതിനകത്ത് കഴിഞ്ഞ ദിവസം അവരെൻ്റെ ഒരു കൺക്ലൂഷൻ, ആ ബുക്ക് തീർന്നു, അതിൻ്റെ ഒരു കൺക്ലൂഷൻ വന്നത് ഞാൻ വെച്ചിട്ടുമില്ല, അങ്ങനെ ഡിലീറ്റ് ചെയ്തു. കാര്യം എനിക്കല്ലാതെ നേരമില്ല. അതുകൊണ്ട് ഒരു 10-100 പേജെങ്കിലും ഒരു ദിവസം വരും. ഓക്കെ,
അതിനകത്ത് കാണിച്ചിരുന്ന ഒരു ഫിഗർ ഞാൻ ഓർക്കുന്നുണ്ട്. അന്നത്തെ ക്രിസ്തുവിൻ്റെ സമ്പ്രദായം, അന്നത്തെ ക്രിസ്തുവിൻ, ഇവിടെ ആർക്കെങ്കിലും മെയിൽ കിട്ടുന്നുണ്ടോ? ക്രിസ്ത്യൻസ് ടുഡേ എനിബഡി ഗെറ്റിംഗ് ഇറ്റ്? നോ, എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, ഞാൻ കളയുകയും ചെയ്തിരുന്നു. അതിനകത്ത് കാണിച്ച ഒരു കൊച്ചൊരു എക്സാമ്പിൾ മാത്രം ഞാൻ തൊടുക. ഒന്ന്, പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കാണിച്ചിരിക്കുന്ന മുൾക്കിരീടം ധരിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കിടക്കുന്ന അത്യാഗസമ്പൂർണനായ യേശു, അത് പണ്ടത്തെ യേശു. അടുത്തത് ഇന്നത്തെ യേശു, താടിയും വളർത്തി മീശയും വളർത്തി. ഒരുപാട് പേര് യേശുവിനെ പോലെ ആകുന്നുണ്ടല്ലോ. ഒരു കൈ ഇങ്ങനെ പിടിച്ച് ഒരു വിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച ഡൺ, ഇന്നത്തെ യേശു ഇതായി മാറി. അന്നത്തെ അപ്പോസ്തലന്മാർക്ക് മനസ്സിലാകാതിരുന്ന പുതിയ തത്വങ്ങൾ ഈ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായതിനാൽ ആ ക്രിസ്തുവിനെ കളഞ്ഞേച്ച് അവർ ഈ ക്രിസ്തുവിനെ സേവിച്ചു. പോസിറ്റീവ് കൺഫെഷൻ കൊണ്ട് കാര്യം സാധിക്കാമെന്ന് ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. പൗലോസിന് അത് അറിയാമായിരുന്നെങ്കിൽ വെട്ടുകൊണ്ട് ചാകത്തില്ലായിരുന്നല്ലോ. പത്രോസിന് അത് അറിയാമായിരുന്നെങ്കിൽ കാരാഗ്രഹത്തിൽ തല്ലുകൊള്ളത്തില്ലായിരുന്നല്ലോ. പോസിറ്റീവ് കൺവെൻഷൻ അന്ന് അവർക്ക് അറിയാൻ വയ്യാതെ പോയതാണോ കാര്യം? അല്ല മോനെ, ക്രിസ്തുവിന്റെ സ്വഭാവം ഇന്ന് പലരിലും പകർത്തുവാൻ കഴിയാതെ വരുന്നതിനാൽ അവർ നാശത്തിന് യോഗ്യരായി മാറുകയാ. കഷ്ടം സഹിച്ച ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിലേക്ക് പകർത്തുവാൻ ഇന്ന് പകൽ ഞാൻ ചർച്ചിന് ഒരു കോളും കൂടെ തരാൻ പോകുകയാ. അവിടെയും ഇവിടെയും എന്നെ കാണുന്നവർക്ക് ഞാൻ ഒരു കോള് തരാൻ പോകുക. ദിസ് ഇസ് നോട്ട് എ ഫൈനൽ മെസ്സേജ്, ഇന്നിവിടെ കൊണ്ട് തീരുകയല്ല, എന്നാലൊന്ന് തൊടാൻ പോകുകയാണ്. ഇന്ന് ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിലേക്ക് പകർത്തുവാൻ. ഇതിന്റെ അർത്ഥം രാത്രി പോയി തന്നെത്താൻ ഇടിക്കണമെന്നല്ല, വേറെ ആരും തല്ലാത്തയുണ്ട്. ഞാൻ ഒരിക്കലും കഥ കേട്ടിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും, മദ്യപിക്കുന്ന ഭർത്താവും സഫർ ചെയ്യുന്ന ഭാര്യയും കൂടെ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു വീട്ടിൽ ഒരു ദിവസം ഭർത്താവ് വീട്ടിൽ വന്നില്ല പോലും, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു. രണ്ട് രീതി കേട്ടിട്ടുണ്ട്. രണ്ടായാലും വൈകിട്ട് ഭാര്യയ്ക്ക് കിട്ടാറുള്ള ഇടി കിട്ടാതെ വന്നു. അവർക്ക് ഉറക്കം വരുന്നില്ല, എന്തോ വേണം. അവരവസാനം എഴുന്നേറ്റ് ഒരു വലിയ കല്ലെടുത്ത് പെരയുടെ പുറത്തോട്ട് എറിഞ്ഞു. എന്നിട്ട് താവോട്ട് വന്നപ്പോൾ മുതുക് പിടിച്ചു കൊടുത്തെന്ന്. ഇത് 4 പ്രാവശ്യം വീണ് കഴിഞ്ഞെങ്കിലേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. കാര്യം ഇതിങ്ങനെ അങ്ങ് പഠിച്ചുപോയി. നോ, ഞാൻ അതല്ല പറഞ്ഞത്. എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവിക നന്മകൾ അനുഭവിപ്പാനാണ്. മെസ്സേജിലേക്ക് ഞാൻ കയറി വരും. എന്നാൽ പോക്കിൽ എൻ്റെ വിശ്വാസം തെളിയിക്കുവാൻ, ക്രിസ്തുവിൻ കഷ്ടങ്ങളിലൂടെ തികച്ചെടുക്കുവാൻ ദൈവത്തിന് തിരിഹിതമായെങ്കിൽ കർത്താവേ അടിയനിതാ, ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറയുവാൻ ഒരു ഗ്രൂപ്പുണ്ടോ? തമ്പുരാൻ ഭാരതത്തിൽ ഒരു സഭയെ പണിയുവാൻ അവരെ ഉപയോഗിക്കുവാനുണ്ട്. തമ്പുരാൻ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞാൻ പറഞ്ഞ നമ്മളെ വിളിച്ചിരിക്കുന്നത് കഷ്ടത്തിന് വേണ്ടി അല്ല, നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടി അല്ല. 23-ാം സങ്കീർത്തനം എടുത്തപ്പോൾ ഒരിക്കൽ പറഞ്ഞ പദം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തും. പക്ഷേ ഞാൻ കൂരിരുൾ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാൽ, എന്നെ വിളിച്ചത് കൂരിരുൾ താഴ്വരയിലേക്കല്ല, എന്നെ വിളിച്ചത് സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്കാ. പക്ഷേ പോകുന്ന വഴിയിൽ ഞാൻ കൂരിരുൾ താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാൽ, എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകേണ്ടി വന്നാൽ, ഭയമില്ലാതെ എന്നെ ഇറങ്ങിച്ചെല്ലും. അന്നും എന്നെ കൈപിടിക്കുന്ന ഒരു ഇടയനുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. വിളിച്ചിരിക്കുന്നത് കഷ്ടപ്പാടിലേക്കല്ല, നമ്മുടെ മുൻപിലെ ടാർഗറ്റ് അതല്ല. പക്ഷേ പോകുന്ന വഴിയിൽ ചിലതിനെ തമ്പുരാൻ തെളിയിച്ചെടുക്കേണ്ടതിന് വേണ്ടി അവിടെയും ഇവിടെയും കഷ്ടതകളിലൂടെ ഇറങ്ങി വരുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ കൂട്ടാളിത്തം വഹിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ടെങ്കിൽ ചിലതിനെ ഇറക്കി വിട്ടാൽ ഹിയർ ആം മൈ ലോർഡ് എന്ന് പറയുവാൻ, അങ്ങനെക്ക് വരുന്നത് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുവാൻ ഇന്ന് പകൽ സന്നദ്ധതയുള്ള ചിലരുണ്ടോ? പിശാച് നിങ്ങളെ തൊടുകയില്ല, ദുഷ്ടം നിങ്ങളെ തൊടുകയില്ല. ഇന്ന് സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ സുനിലിനോട് എങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിയാൻ വയ്യ. വി നെവർ സ്പോക്ക് അബൌട്ട്, അതിനെക്കുറിച്ച് പറഞ്ഞില്ല. എനിക്ക് ആദ്യം ഒടുവിലും പ്രാർത്ഥനയുള്ള നല്ലതാ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞ മെസ്സേജിന് ശേഷം കർത്താവ് അനുവദിച്ചാൽ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കും. എന്തിനാ? ദൈവിക പ്രൊട്ടക്ഷൻ. അതേസമയം മറുവശത്ത് കാമാർത്തികളിൽ കൊടുക്കുന്ന യാതൊന്നിനും ഇടം കൊടുക്കാതെ രക്ഷപ്പെട്ടുകൊള്ളുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ചിറങ്ങുന്ന പകല് വ്യാജമായ അത്ഭുതങ്ങളും വ്യാജമായ അടയാളങ്ങളും ഒക്കെ കണ്ടെന്ന് വരും. എന്നാൽ ക്രിസ്തുവിന്റെ വചനത്തിന് ഒത്തവണ്ണമല്ല നടപ്പെങ്കിൽ അവിടെ നിന്ന് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ ഞാൻ എന്തിന് നിത്യനരകത്തിലേക്ക് മാറുന്നു. ഈ ആശയം ഗ്രഹിച്ചവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ബൈബിൾ സ്റ്റഡിയായി ഇന്ന് ഇത്രയും സമയം എടുക്കാൻ പരിശുദ്ധാത്മാവ്, ഈ ആശയങ്ങൾ എടുക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടതുകൊണ്ട് വ്യാജത്തിലേക്ക് കൊണ്ടുപോകുന്ന, തെറ്റിച്ചു കൊണ്ടുപോകുന്ന, കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന ചില ശക്തികളെ ഈ ആഴ്ചകളിൽ ഓരോന്നോരോന്നായി തൊടാൻ ആഗ്രഹിക്കുന്നു. ദൈവം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രയർ റിക്വസ്റ്റ് വേഗത്തിൽ നിന്ന് വായിച്ച് സ്തോത്ര കാഴ്ച എടുത്ത ശേഷം ടു ഫാസ്റ്റ് വി വിൽ ഗോ ടു ദ മെസ്സേജ്. മെസ്സേജിന് കുറച്ച് മിനിറ്റേ കിട്ടുകയുള്ളൂ, പക്ഷേ പ്രാർത്ഥിക്കും. അതിനകത്ത് മെയിൻ ആശയങ്ങൾ മാത്രം, വാക്യങ്ങൾ വായിക്കാതെ തന്നെ, അധിക വാക്യങ്ങൾ വായിക്കാതെ അങ്ങ് പറയും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതിലെ ഒരു വാചകം കാണാം. ഏറ്റവും ചെറിയൊരു വാക്യമാണ്, വായിച്ചാട്ടെ. 6:11.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. മതി, ഇന്നേക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കർത്താവേ, ഞങ്ങൾക്ക് നാളത്തേക്ക് ചരതിച്ചു വെക്കാൻ ഒരുപാടെന്നല്ല, കർത്താവിനോട് ഇന്ന് തൊടാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഇന്നത്തേക്കൊരു മറുപടി ഉണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോ, ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഇന്നത്തേക്ക് ഒരു മറുപടി ഉണ്ട്. അതുകൊണ്ട് ഈ വിഷയം പറയാൻ കർത്താവ് പറഞ്ഞേ കൊണ്ട് ആ സഭാരാധനയുടെ നേരം കഴിയുന്നു ഞാൻ വീണ്ടും ഇത് തൊടുന്നത്. ഞങ്ങൾക്ക് ഇന്നേക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണേ. അങ്ങനെ ചോദിച്ചാൽ തരുന്നവനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. പണ്ടൊരിക്കൽ ആദാമും ഹവ്വയും ദൈവത്തോടുകൂടെ നടന്നു. ആരാധനയ്ക്ക് വേണ്ടി ഒരു സമയം വേർതിരിക്കുകയായിരുന്നില്ല. അവരുടെ ജീവിതം തന്നെ ദൈവത്തോടുകൂടെ നടക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ആരാധനയായിരുന്നു. അവിടുന്ന് അവർ വീണു. കായൻ വീണു, ഹാബേലിനെ കൊണ്ടൊക്കാതെ വന്നു. എന്നാൽ ഒരു ഏനോശിനെ ദൈവം 3-ാം തലമുറയിൽ എഴുന്നേൽപ്പിച്ചു. അവന്റെ കാലത്ത് വീണ്ടും യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇതിനകത്തിരിക്കുന്ന ചിലർ പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ മറുപടി കിട്ടിയിരുന്നു. അത് എങ്ങനോ ആ ലെവലിൽ നിന്ന് വീണു. ഇന്ന് അത് തിരിച്ചു വരിക. ഒരു ഏനോശിന്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു? നിന്നുപോയ ഒന്ന് പുനരാരംഭിക്കുവാൻ. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് രാവിലെ ഏൽപ്പിച്ചുകൊണ്ട് ഇത്രയും ഗൗരവമായിട്ടാണ് ഇറങ്ങുക. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചോദിക്കുന്നതിന് അന്നേരം മറുപടി കിട്ടിയിരുന്നു, അത് നിന്നുപോയി. എന്നാൽ ഏനോശിന്റെ കാലത്ത് എന്നതുപോലെ ഇന്ന് തമ്പുരാൻ ഒരു വ്യത്യാസം വരുത്താൻ പോകാണ്. ഈ ജൂൺ മാസം 1-ാം ഞായറാഴ്ചത്തെ സഭായോഗം ചിലതിന് മറുപടി തരാൻ പോകുകയാ. ഇന്നേക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ചോദ്യര് ഇന്ന് കർത്താവ് തരാൻ പോകുകയാ. ആഹാരം എന്ന് പറയുന്നത് വെറും ഭക്ഷണമെന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. ചിലർക്ക് രോഗസൗഖ്യമായിരിക്കാം, ചിലർക്കൊരു ജീവിത സമാധാനമായിരിക്കാം, ചിലർക്കൊരു പുതിയ കോഴ്സിന്റെ അഡ്മിഷൻ ആയിരിക്കാം, ചിലർക്ക് പഠിക്കുവാനുള്ള കൃപയായിരിക്കാം, ചിലർക്ക് അതിനുള്ള സാമ്പത്തികമായിരിക്കാം, ചില ബിസിനസ്സുകൾ ആ കൂട്ടത്തിലുണ്ട്, ചിലരുടെ വിശുദ്ധ ജീവിതം അതിന്റെ കൂട്ടത്തിലുണ്ട്. ഇന്നേക്ക് ആവശ്യമുള്ളത് ചോദിച്ചാൽ ഇന്ന് തരുന്ന ദൈവം. ചരിത്രം ഒന്ന് വീണതിനെ തിരുത്തി ഇതാ ഒരു ഏനോശിന്റെ കാലം എന്ന് പറഞ്ഞതുപോലെ 2012 ജൂൺ ഒരു ിലേക്ക് മാറുകയാ. ഇന്ന് ദൈവത്തിങ്കൽ നിന്നൊരു മറുപടി. യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. റോമർ 8:26 വായിക്കണ്ട. ആത്മാവ് ഇന്നത് വേണ്ട, ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് ചിലതിനെ ഉദ്യമിപ്പിക്കുക. ആ ഉദ്യമനം ചിലരുടെ ഹൃദയത്തിനകത്ത് ലഭിച്ചേക്കാം. സഭയായി ഇന്ന് പ്രാർത്ഥിക്കുവാൻ എന്നോട് തമ്പുരാൻ ആവശ്യപ്പെട്ടു. ഇത് ആത്മാവ് കൊണ്ടുവരുന്നതാ. ഒന്നുകൂടെ 8:26 പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുകയാ പ്രാർത്ഥിക്കുവാൻ. അതെ, ഇന്ന് അങ്ങനെ ചെയ്യുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാ. മത്തായി 7:7 യേശു പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. 2 കൊരിന്ത്യർ 12:8 ഒരു തമാശ കാണാം. പൗലോസ് നേരിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല. തന്നെ കുത്തുവാൻ ജഡത്തിൽ ദൈവം വെച്ചിരുന്ന ശൂലം ഒന്ന് മാറ്റിക്കൊടുക്കുവാൻ പൗലോസ് നേരിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എവിടെയാ വായിച്ചത്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മറുവശത്തോട്ട് പൗലോസ് യാചിച്ചു, 3 പ്രാവശ്യം യാചിച്ചു. കർത്താവ് പറഞ്ഞു, കൃപ മതി, മറ്റേതിരുന്നോട്ടെ. ദൈവഹിതത്തിന് വിരോധമായ യാതൊരു പ്രാർത്ഥനയും ഗ്രാൻഡ് ചെയ്യത്തില്ല. നാം ദൈവഹിതത്തിന് വിരോധമായി സത്യമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് തിരിച്ചു പറയും, മോനെ അത് ചോദിക്കണ്ട, ഇനിയും ചോദിക്കണ്ട, ഇത് ഞാൻ തന്നിരിക്കുക. ഒരു ലക്ഷ്യത്തിന് എനിക്കൊരു കാര്യസാധ്യമുണ്ട്, അതിനുവേണ്ടി വെച്ചിരിക്കുക. 2 യെശയ്യാവ് 58 നിങ്ങൾ ക്രൂരമുഷ്ടി കൊണ്ട് ഇടിക്കേണ്ടതിനും കലഹിക്കേണ്ടതിനും നോയമ്പ് നോക്കുന്നു, ഉയരത്തിൽ കേൾക്കത്തക്കവണ്ണം അല്ല. ഉയരത്തിൽ കേൾക്കത്തക്കവണ്ണം ദൈവഹിതപ്രകാരമായ കാര്യങ്ങൾ ഇന്ന് ചോദിക്കുന്നുവെങ്കിൽ യാചിപ്പീൻ, നിങ്ങൾക്ക് മറുപടി ലഭിക്കും. ഉയരത്തിൽ കേൾക്കത്തക്കതുപോലെ അല്ല പ്രാർത്ഥനയെങ്കിൽ കറക്റ്റ് ചെയ്തേ മതിയാകൂ. ദൈവഹിതപ്രകാരമുള്ളത് അല്ലെങ്കിൽ പ്രാർത്ഥന നിർത്തിയേ മതിയാകൂ. എന്നാൽ ലഭിക്കേണ്ട നന്മകൾ യാചിക്കേണ്ടതുപോലെ യാചിച്ചാൽ ഇന്ന് പകൽ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കും. ഈ മത്തായിയുടെ സുവിശേഷം 26:41 പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. സഭയ്ക്കെതിരെ, വ്യക്തികൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചില ശക്തികൾ നമ്മെ തൊടാതിരിക്കേണ്ടതിന് ചിലർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. രാത്രിയിൽ ഉണരുന്ന കാര്യം തന്നെയല്ല, ജീവിതത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, സമയം നഷ്ടമാകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം. കൂട്ടത്തിൽ നമ്മുടെ പ്രയർ ടവറിനകത്തും ആള് വേണം എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടി എടുത്തോർപ്പിക്കട്ടെ. യോഹന്നാൻ 16:24 യേശു പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമാറ് ഞാൻ തരും. അതൊരു ഭയങ്കര പദമാ.
യോഹന്നാൻ 15 യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ യാചിക്കുന്നത് എന്തോ അത് നിങ്ങൾ കൊണ്ടുപോകും. എങ്ങനെയാ തരുന്നതെന്ന് 16-ാം അധ്യായം പറഞ്ഞു. യോഹന്നാൻ 16:24 നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമാർ എൻ്റെ ദൈവമേ, ഇന്നത്തെ അർത്ഥപ്പട്ടിണിക്കിട്ട് ദുഃഖത്തിൽ നിന്ന് വിടുവിക്കുമെന്നല്ല, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമാറ്. എന്താ കുഞ്ഞുങ്ങളെ വേണ്ട? BSc ആണോ? ഫസ്റ്റ് ക്ലാസ് ആണോ? നിങ്ങൾക്ക് വേണ്ടത് ഒരു നേഴ്സിംഗിൽ ഒരു ഡിസ്റ്റിങ്ഷൻ ആണോ? നിങ്ങൾക്ക് സന്തോഷം പൂർണ്ണമാകുമാറ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്തുവാ? ഒരു ലെവൽ വിദ്യാഭ്യാസമാണോ? അതോ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ട വേറെ എന്തെങ്കിലും കാര്യമാണോ? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമാറ്. ഇന്ന് ഹൃദയം അറിയാവുന്ന ദൈവത്തിന്, ഹൃദയ നില അറിയാവുന്ന ദൈവത്തിന് ചിലരുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നൽകിക്കൊടുക്കുവാൻ കഴിയുന്നവന് നാം പ്രാർത്ഥന അർപ്പിക്കാൻ വന്നിരിക്കുക. ഇന്ന് നാം വിളിച്ചു പറയാൻ പോകുക, അതേ കർത്താവേ, എന്റെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് ദൈവം എനിക്ക് ചെയ്തു തരേണം. ശമൂവേലിന്റെ പുസ്തകം 1:27 തന്റെ ഈ ബാലന് വേണ്ടിയാണ് ഇതിനെ അപേക്ഷിച്ചത്. ശമൂവേൽ ബാലന് വേണ്ടി തന്റെ അമ്മയെ അപേക്ഷിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു, ഒരു കുഞ്ഞിനെ കൈ കൊടുത്തു. ആ കുഞ്ഞിനെ എടുത്തോണ്ട് അവൾ ദൈവസന്നിധി വന്നേച്ചു പറഞ്ഞു, യജമാനനെ, പുരോഹിത, ഈ ബാലന് വേണ്ടി അപേക്ഷിച്ചത്. ഇതിനകത്തിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലർ ദൈവം തന്ന നന്മകളുമായി ദൈവമുമ്പിൽ വന്ന്, അത് ദൈവം അക്ഷരീകമായി തരുന്ന കുഞ്ഞാകാം, ദൈവം നിങ്ങൾക്ക് തരുന്ന പണമാകാം, ദൈവം തരുന്ന ജോലിയാകാം, ദൈവം തരുന്ന പ്ലേസ്മെന്റ് ആകാം, ഇതിനു വേണ്ടിയാണ് ഞാൻ അപേക്ഷിച്ചത്, ഇതാ തന്നുവെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമാറ് ഇന്നത്തെ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കാൻ പോകുകയാ. ഇതൊരു ഫോൾസ് പ്രോമിസ് അല്ല. നോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഫോൾസ് പ്രോമിസസ്. 29 വർഷം ഇവിടെ നിന്നു. കർത്താവ് ജീവൻ തരുന്നിടത്തോളം, ആരോഗ്യം തരുന്നിടത്തോളം, സാഹചര്യം തരുന്നിടത്തോളം നിൽക്കണമെന്നുണ്ട്. ഫോൾസ് പ്രോമിസ് വിൽ നോട്ട് വർക്ക് ഔട്ട്. അനാവശ്യം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടത്തില്ല. ദൈവം അത് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ദൈവം നിശ്ചയമായി ഇത് ചെയ്തു തരും. യുദ്ധത്തിൽ ജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, ദൈവം അതവർക്ക് കൊടുത്തിട്ടുണ്ട്. അനേക കാര്യങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ വാക്യം, ഒരാശയം കൂടെ. ഈ വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം ഉണ്ടെന്നും വളരെ ധൂപവർഗം കൊടുത്തുവെന്നും എഴുതി. ഇന്നും നാം പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾക്കും മറുപടി വരുന്നില്ല. ഈ പ്രാർത്ഥന എങ്ങോട്ട് പോയി? ഒരു ദിവസം മറുപടി തരാൻ സംഭരിച്ചു വെച്ചിരിക്കുക. ദീസ് ആർ സർട്ടൻ റെവലേഷൻസ്. പരിശുദ്ധാത്മാവിനെ നേരിട്ട് ഏൽപ്പിച്ച ചില കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചിലതിന് ഇന്ന് മറുപടി കിട്ടിയില്ല. നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം പ്രാർത്ഥിച്ച ചിലതിന് മറുപടി കിട്ടിയില്ല. പക്ഷെ ഒന്നിച്ച് മറുപടി തരുവാൻ ഇതെങ്ങും പോകാതെ തമ്പുരാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൊർന്നല്യോസിനോട് പറയുമ്പോൾ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിലെത്തി. ഒരു ദിവസം കൊണ്ട് നടന്നതല്ലിത്, നാളുകളായി നടന്നതാ. ഇപ്പോൾ ഞാൻ മറുപടിയുമായി വന്നിരിക്കുക. ദൈവം മറുപടിയുമായി ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. പ്രാർത്ഥന ഉയരത്തിൽ കയറി. പല നാളുകളുടെ പ്രാർത്ഥന സ്വർഗം സംഭരിച്ചു വെച്ചിരിക്കുക. ഇതൊന്നും പോകുന്നില്ല. ഇതിനൊന്നിച്ചൊരു മറുപടിയുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ സമൂഹമായി ജനത്തെ പോറ്റേണ്ടതിന് ദൈവം ചെയ്തു. ദൈവം ഒറ്റയ്ക്ക് കൊടുക്കേണ്ടതിനും ചെയ്തു. നിർത്താൻ പോകുകയാണ്. ഒരൊറ്റ ആശയം പറഞ്ഞേച്ച്, അല്ലെ ഒരു വാക്യം വായിച്ചേച്ച് ഞാൻ അവിടെ കൊണ്ട് നിർത്താൻ പോകുകയാ. ലൂക്കോസ് 1:10 ദയവായി വായിച്ചാട്ടെ. ലൂക്കോസ് 1:10 ഇന്നത്തേക്ക് ആവശ്യമുള്ള ഒരു വാക്യമാണ്. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിൽക്കട്ടെ. പഴയ നിയമ ദേവാലയത്തിന്റെ ഒടുവിലത്തെ കണ്ണിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ എടുത്ത് രേഖപ്പെടുത്തുക. ദേവാലയത്തിൽ ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ട്. ദേവാലയത്തിൽ ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ട്. മഹാപുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതൻ ധൂപം കാട്ടേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് കയറി. ധൂപം പ്രാർത്ഥനയെ കുറിക്കുന്നതാ. അദ്ദേഹം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ധൂപം കാട്ടുമ്പോൾ പ്രാകാരത്തിലിരിക്കുന്ന ജനം മുഴുവനും ഒരുമിച്ച് പ്രാർത്ഥന കഴിക്കുക. ആ സമയം ഒരു ദൂതൻ ഇറങ്ങി സെഖര്യാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇറങ്ങി വെച്ച് പറഞ്ഞു, നാളുകളായി എൻ്റെ സന്നിധിയിൽ ഇരുന്ന നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഞാൻ ഇപ്പോൾ വന്നു. നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് സിൻസിയറായി എല്ലാവരും കൂടെ അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെടുത്താൻ പോവാ. ധൂപം കാട്ടുന്ന സമയം ജനസമൂഹം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പട്ടണത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ഈ സമയം പ്രാർത്ഥനയിൽ സഹകരിക്കൂ, പങ്കെടുക്കൂ. മറ്റ് സകലതിൽ നിന്ന് നിങ്ങളുടെ കൈകൾ വിരമിക്കട്ടെ. ഇരിക്കുന്ന ഇടങ്ങളിൽ കമ്പ്യൂട്ടറുകളുടെ മുമ്പിൽ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കൂ.
പ്രാർത്ഥിക്കാൻ പോകുകയാ. ധൂപം കാട്ടുന്ന സമയമെന്ന് പറഞ്ഞതുപോലെ ചില മിനിറ്റുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുകയാ. 2 മിനിറ്റിൽ കൂടുതൽ എടുക്കത്തില്ല. ദയവായി എഴുന്നേറ്റാട്ടെ. ആ എഴുന്നേറ്റ് നിൽക്കുന്ന കൂട്ടത്തിൽ those who are on the internet and online, I request you to lay your hands on the computer face. ആ കമ്പ്യൂട്ടറിന്റെ ഫേസിലോട്ട് നിങ്ങളുടെ കൈവച്ചു. The screen does not mean anything, but it shows a fellowship within your heart. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ ഇന്നൊരു ദൈവിക സാന്നിധ്യം അത് കാണിക്കാൻ പോവാ. ഈ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും വ്യത്യസ്ത ഇടങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ, ദയവായി നിങ്ങളുടെ പ്രധാന ആവശ്യം, ഇന്നേക്ക് ആവശ്യമുള്ള ആഹാരം ദൈവ മുമ്പിൽ വെച്ചാലും, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, വീട് പണിയുന്നവരെ, വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവരെ, ജോലി വേണ്ടവരെ, പ്രമോഷനുകൾ വേണ്ടവരെ, ഇന്നത്തെ ആവശ്യം ഇത് ഇന്നത്തെ ദൂത. നാളുകളായി ദൈവസന്നിധിയിൽ ഉയർന്ന ചില പ്രാർത്ഥനകൾ അവിടെ കണ്ടേക്കാം. ഇന്നത്തെ ആവശ്യം ദൈവസന്നിധിയിൽ വെക്ക്. ഇന്നേക്ക് ആവശ്യമുള്ളത് ഇന്ന് നൽകി തരണമേ. എന്റെ ദൈവമേ, വ്യത്യസ്ത ആവശ്യങ്ങളുമായി അങ്ങയുടെ പാദത്തിൽ നിൽക്കുന്ന ഈ ജനത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയിലും അങ്ങയുടെ വചനം ഞങ്ങളിലും വസിക്കുന്നതിനാൽ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് തരാമെന്ന് കൽപ്പിച്ചവനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല. അങ്ങയുടെ നാമത്തിൽ അപേക്ഷിച്ചാൽ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് തരാമെന്ന് പറഞ്ഞവനെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പിതാവിനോട് അടുത്തു വരുന്നു. ഇപ്പോൾ ഈ സഭയിൽ നിന്ന് ഉയരുന്ന ധൂപവർഗത്തിന്റെ നടുവിൽ ദൈവദൂതൻ പ്രത്യക്ഷമായതുപോലെ ഇന്നൊരു മറുപടി പ്രത്യക്ഷമാകുവാൻ, ഈ ജനത്തിന് ആവശ്യമുള്ളത് ഇന്ന് നൽകുവാൻ അടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. സഭ അപേക്ഷിക്കുന്നു. ഒരുവന് വേണ്ടി വേറൊരുവൻ എന്ന വണ്ണം തിരുസഭ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അങ്ങത് ചെയ്തു വരുന്നതിനായി സ്തോത്രം. മുഴുവൻ മഹത്വവും അങ്ങേക്ക് മറുപടി ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും നമ്മോട് നമ്മോർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ട ഓരോ ആവശ്യങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം.